ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമുക്ക് തുടങ്ങാം. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എക്കണോമിക്സ് ആണ് എടുക്കുന്നത്. എക്കണോമിക്സ് ടോപ്പിക്കാണ് മെയിനായിട്ട്. നമുക്ക് ഈ പറയുന്ന 10ാം ക്ലാസ്സിലായിരുന്നാലും, നമ്മൾ +1 +2 ആയിരുന്നാലും, അതുപോലെ ഡിഗ്രി ലെവലായിരുന്നാലും, ഏത് ലെവലായിരുന്നാലും നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു. എനിക്ക് തോന്നുന്നു 2019 ശേഷം ഇങ്ങോട്ട് നമ്മുടെ PSCയുടെ സ്റ്റേറ്റ്മെന്റ് പാറ്റേൺ ഒക്കെ മാറിയതിനു ശേഷം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ എക്കണോമിക്സ് സൈഡിനകത്ത് ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിൽ +2 ലെവലിലൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതും സ്റ്റേറ്റ്മെന്റ് നല്ല ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ ഇനിയുള്ള പോലീസ് പരീക്ഷകളിലൊക്കെ അത്യാവശ്യം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നമുക്ക് മാക്സിമം നന്നായിട്ട് പോവുക, മാക്സിമം നന്നായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ പോയിന്റുകളൊന്ന് നല്ല പോലെ ഒന്ന് വായിച്ചു വെച്ചേക്കുക, നോക്കി വെച്ചേക്കുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. നോക്കുക, നമുക്ക് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക്, ഈ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേൾഡ് എക്കണോമിക്സ് നമ്മൾ പറയാറുണ്ട്. വേൾഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അധികമായിട്ട് PSCകളിൽ ചോദിക്കാറില്ല. വേൾഡ് എക്കണോമിക്സ് ചോദിക്കാറുണ്ട്. നമുക്ക് ഈ പറയുന്ന 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റുകളിൽ, അങ്ങനെ സ്കൂൾ ടെസ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നിൽക്കുന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, ഇങ്ങനെയൊക്കെയുള്ള പോയിന്റ് അല്ലെങ്കിൽ പ്രൊഫൈലുകൾ, വ്യക്തികളുടെയൊക്കെ പ്രൊഫൈലുകൾ നമ്മുടെ ഈ പറയുന്ന സ്കൂൾ ടെസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് വേൾഡ് എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേൾഡ് GK ആയിട്ടൊക്കെ ചോദിക്കുന്നത്. ഇതുപോലത്തെ ഇത്തരം പദ്ധതികളൊക്കെ, നമ്മൾ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അല്ലെങ്കിൽ വേൾഡ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിലവിൽ വന്ന് ആരംഭിച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി, അതല്ലെങ്കിൽ ഇന്ത്യ ഏറ്റെടുത്ത ഈ വിവിധമായിട്ടുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നോക്കി വെക്കുക. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിന്റെ അകത്ത് നോക്കൂ, നമുക്ക് നോക്കൂ, 1940-കൾ അല്ലെങ്കിൽ 1940 മുതൽ കാർഷിക മേഖലയില് കാർഷിക മേഖലയില് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ആഗോള തലത്തിൽ നടപ്പിലാക്കിയ ഒരു ഗവേഷണ വികസന സാങ്കേതിക വിദ്യാ കൈമാറ്റമാണ് നമ്മുടെ ഈ പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. അതായത് ഇത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്താണ് ആരംഭിക്കുന്നത്. അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്താണ് ആരംഭിക്കുന്നത്. ഇത് ഈ പറയുന്ന സംഭവം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം ജസ്റ്റ് നോക്കുക. പശ്ചാത്തലം എന്ന് പറയുന്നത്, അതായത് ഈ കാർഷിക അഭിവൃദ്ധി പരിപാടിയാണ് നമ്മുടെ ഈ ഹരിത വിപ്ലവം എന്ന് അറിയാമല്ലോ. കാർഷിക അല്ലെങ്കിൽ നമ്മൾക്ക് അത്യാധുനിക രീതിയിലുള്ള കൃഷി പരിപാടികൾ അവലംബിച്ച ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത്യാധുനിക കൃഷിയിലേക്ക് രാജ്യമൊട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ലോകമൊട്ടാകെ പോയ ഒരു പദ്ധതിയും കൂടിയാണ് നമ്മുടെ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. നോക്കി വെച്ചാൽ അപ്പം ഈ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാമല്ലോ. നോക്കൂ, അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ധാന്യങ്ങളൊക്കെ നമ്മൾ ഒരു 3 മാസം മുന്നെയോ അല്ലെങ്കിൽ 2 മാസം 5 മാസം മുന്നെയോ ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവന്നതായിരിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കാര്യം ഒരു നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പോ ഒക്കെ ഉൽപ്പാദിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു നിശ്ചിത സമയമുണ്ട്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന നമ്മുടെ കാർഷിക അല്ലെങ്കിൽ കൃഷി ചെയ്ത ഉൽപാദനം കിട്ടിയതിന് ശേഷം അത് സംഭരണത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ഏകദേശം ഒരു ഉൽപാദനം കഴിഞ്ഞ് ഒരു 4-5 വർഷമൊക്കെ കഴിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ധാന്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് സംഭരണം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് നമ്മുടെ ഈ പറയുന്ന കൃഷിയിൽ അല്ലെങ്കിൽ കാർഷികത്തിൽ. അപ്പൊ സ്വാഭാവികം നോക്കൂ, യുദ്ധത്തിലേക്കൊക്കെ നമ്മൾ പോയ സമയത്ത്, യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൃഷിയെ മൈൻഡ് ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. അങ്ങനെ കൃഷി ചെയ്യാതെ വന്നപ്പോ നമ്മൾ ആ സമയത്ത് അതിനു മുന്നേ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണ് ഈ ടൈമിങ്ങിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നോക്കുക, അങ്ങനെ ഈ പറയുന്ന യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയപ്പോ നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് പോയി. കാര്യമെന്ന് പറയുന്നത് ഉൽപാദനമില്ലെങ്കിൽ സംഭരണം കിട്ടത്തില്ല, സംഭരണം നടക്കത്തില്ല. അപ്പൊ സംഭരണവും ഇല്ലാതെ വന്നപ്പോ എന്ത് ചെയ്തു, ഈ പറയുന്ന നമ്മുടെ മികച്ച രീതിയിലുള്ളൊരു നമ്മൾ ഭക്ഷ്യ ഭദ്രതയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല.
അങ്ങനെ നമ്മൾ ടോട്ടലി ആയിട്ട് വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് ലോകരാജ്യങ്ങൾ പോയി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ 1940കളിലേക്ക് ആയപ്പോഴാണ് നമ്മുടെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം, ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഈ പറയുന്ന വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് അവരെയും കൊണ്ടുപോയി എത്തിക്കുകയാണ് 40കളുടെ തുടക്കത്തിലൊക്കെ. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഭക്ഷ്യക്ഷാമം പരിഹരിക്കാനും അത്യാധുനിക കൃഷി രീതികളൊക്കെ അവലംബിക്കാനായിട്ട് അതില്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. നോക്കുക, മെക്സിക്കോയിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു, മെക്സിക്കൻ സർക്കാരാണ്. അങ്ങനെ 40 ഫോം ചെയ്യുന്ന ഈ ഒരു എന്താണ് സർക്കാർ അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു കമ്മിറ്റി കുറെ പഠനമൊക്കെ ഇവർ നടത്തി നോക്കുന്നുണ്ട്, ഒരുപാട് പഠനം നടത്തി നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊന്നും ഒരു നല്ലൊരു പദ്ധതി അല്ലെങ്കിൽ നല്ലൊരു കാർഷിക അഭിവൃദ്ധി പദ്ധതി ഒന്നും ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ നോക്കൂ, നമുക്ക് ഈ പറയുന്ന ഇതിലേക്ക് വരാം. നോർമൻ ഇ ബോർലോഗ്, അതായത് ഏകദേശം 1940കളുടെ തുടക്കത്തിലാണ്, 44 നോക്കുക, 44 സോറി 44 1944 നമ്മൾ നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന നമ്മുടെ ഈ ഒരു കമ്മിറ്റി, മെക്സിക്കോയുടെ ഒരു കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്നു. നോക്കൂ, 1944കളിലാണ്, ആ ഒരു സമയത്താണ് നോർമൻ ഇ ബോർലോഗ്. ഇദ്ദേഹം അമേരിക്കൻ കാർഷിക വിദഗ്ധനായിരുന്നു കേട്ടോ, അമേരിക്കൻ കാർഷിക വിദഗ്ധനായിരുന്നു, നമ്മുടെ യു എസ് എ കാരനായിരുന്നു നമ്മുടെ നോർമൻ ഇ ബോർലോഗ്. നോക്കി വെച്ചേക്കുക, കാര്യം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും. കാര്യം നമ്മുടെ സാധാരണ ചോദിക്കുന്ന ഇങ്ങനെയൊക്കെയല്ലേ, എന്താണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ, നമ്മുടെ നോർമൻ ഇ ബോർലോഗിനാണ് പിൻകാലത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ചോദിക്കും, അതായത് അമേരിക്കക്കാരനായ നോർമൻ ഇ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ശരിയാണത്. ചിലപ്പോ തെറ്റിക്കാൻ വേണ്ടിയിട്ട് മെക്സിക്കോക്കാരനായ നോർമൻ ഇ ബോർലോഗാണ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരാം. ഓക്കെ, നോക്കി വെച്ചേക്കാം. അപ്പം 1944 ഈ പറയുന്ന യു എസ് എ അല്ലെങ്കിൽ അമേരിക്കക്കാരനായ അല്ലെങ്കിൽ അമേരിക്കൻ കാർഷിക വിദഗ്ധനായ നോർമൻ ഇ ബോർലോഗ്, അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ്, അല്ലെങ്കിൽ ഈ മെക്സിക്കൻ കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിന്റെ വരവോടുകൂടിയാണ് സത്യത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് തന്നെ. നോക്കൂ, ഇദ്ദേഹം നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഈ 44 എന്തിനാണ് ഇദ്ദേഹത്തെ ഈ പറയുന്ന കമ്മിറ്റിയിലേക്ക് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇദ്ദേഹം ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക, അവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരന്റെ പരീക്ഷണം എന്ന് പറയുന്നത് 2 ഗോതമ്പ് വിത്തുകൾ എടുക്കുന്നു, 2 ഗോതമ്പ് വിത്തുകൾ. ആ 2 ഗോതമ്പ് വിത്തുകൾ എടുത്തിട്ട് ഒരു ഗോതമ്പ് എന്ന് പറയുന്ന അത്യുൽപാദന, അതായത് കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ഗോതമ്പിനം, ഒന്ന് കൂടുതൽ ഉൽപാദനം തരുന്ന ഒരു ഗോതമ്പിനം. ഇതിന് രണ്ടിനും ഈ പറയുന്ന കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഗോതമ്പിനത്തിന് കുറച്ച് ഉൽപാദനമേ കിട്ടുന്നുള്ളൂ. കൂടുതൽ ഉൽപാദനം തരുന്ന ഗോതമ്പിന് വളരെ കുറച്ച് മാത്രമാണ് രോഗപ്രതിരോധ ശേഷിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള 2 സവിശേഷതയുള്ള ഗോതമ്പിനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ അല്ലെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള ഈ 2 സവിശേഷതയും ഒരുമിച്ച് ഒരു ഗോതമ്പിന്റെ വിത്തിലേക്ക് മാറ്റിക്കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതായിരുന്നു നമ്മുടെ നോർമൻ ഇ ബോർലോഗിന്റെ പരീക്ഷണം. നോക്കുക, അങ്ങനെ പുള്ളിക്കാരൻ ഈ പരീക്ഷണം വിജയകരമായിട്ട് ഈ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നു. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും, സാമ്പത്തിക സഹകരണങ്ങളും സാങ്കേതികങ്ങളും എല്ലാം ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം നൽകുന്നുണ്ട്. അങ്ങനെ നോക്കുക, അങ്ങനെ ഹരിത വിപ്ലവം ഈ പറയുന്ന 1945 കൂടിയൊക്കെ ഈ പറയുന്ന മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഇത്തരം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വെച്ച ഇവരെന്ത് ചെയ്യുന്നു, പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കമാകുന്നു 45കളിൽ. ഓക്കെ, അവിടെ PSCയുടെ ചോദ്യങ്ങളിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, ഹരിത വിപ്ലവം മെക്സിക്കോയിൽ തുടങ്ങിയതെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ചോദ്യമൊന്നും വന്നിട്ടില്ല അധികമായിട്ട്. 1940കളിലൊന്നും പറയപ്പെടുന്നുണ്ട്, 44 നമ്മുടെ നോർമൻ ഇ ബോർലോഗ് വന്നതിന് ശേഷം ഒന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നമുക്ക് അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ നോർമൻ ഇ ബോർലോഗിനെ കുറിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. നമ്മുടെ നോർമൻ ഇ ബോർലോഗിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിരിക്കുക. നോക്കൂ, നോർമൻ ഇ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ പറയുന്ന നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. നോക്കൂ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ നോർമൻ ഇ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഇ ബോർലോഗ് നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ അദ്ദേഹം നോക്കൂ, നമുക്ക് താഴത്തെ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഇദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത കുറച്ച് ഗോതമ്പ് ഇനങ്ങൾ ഉണ്ടായിരുന്നു. നോക്കൂ, സൊണോറ 64 വളരെ ഫേമസ് ആയിരുന്നു. സൊണോറ 64. അതുപോലെ തന്നെ ലെർമാ റോജോ 64. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോക്കൂ, മെക്സിക്കൻ ഡാർഫ് എന്ന് പറയുന്ന സാധനം, മെക്സിക്കൻ ഡാർഫ്, അല്ലെങ്കിൽ മലയാളം നമ്മൾ ടെസ്റ്റിലൊക്കെ ഉണ്ട്, പിന്നെ സ്കൂൾ ടെസ്റ്റിലൊക്കെ ഉണ്ട് മെക്സിക്കൻ കുറിയ എന്ന് പറഞ്ഞിട്ടോ, മെക്സിക്കൻ കുറിയ. ഓക്കെ, അപ്പം സൊണോറ 64, ലെർമാ റോജോ 64, അതുപോലെ തന്നെ പറയുന്നുണ്ട് മെക്സിക്കൻ ഡാർഫ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചോളൂ, മായോ 64. മായോ 64. അപ്പൊ നോക്കൂ, 4 എണ്ണം പറയാം നമുക്ക്. 4 എണ്ണം നമുക്കൊന്ന് നോക്കി വെച്ചേക്കാം. നമ്മുടെ നോർമനി ബോർലോക്ക് ആദ്യകാലങ്ങളിൽ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചോ. ഗോതമ്പാണ്, എല്ലാം ഗോതമ്പ് ഇനങ്ങളാണ്. ഇദ്ദേഹം ഗോതമ്പിലാണ് കൂടുതൽ റിസർച്ച് ചെയ്തത്. അപ്പൊ ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, സൊണൂറ 64, ലെർമാ റോജോ 64, മെക്സിക്കൻ ഡാർഫ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മെക്സിക്കൻ കുറിയ, മലയാളത്തിൽ കുറിയ എന്നും പറയുന്നുണ്ട്, അതുപോലെ മെക്സിക്കൻ കുറിയ എന്ന് പറയുന്നുണ്ട്, മായോ 64. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഈ പറയുന്ന മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തെ ഭക്ഷ്യക്ഷാമത്തിൽ നിന്ന് അകറ്റുന്നു. അതുപോലെ തന്നെ ഈ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തെ, അന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയെ പിന്തള്ളി മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ലോകത്തില് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ ഈ മെക്സിക്കോ മാറുകയാണ്. കാരണം ഈ പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഈ ഒറ്റ ഒരു കാർഷിക വിദ്യ കൊണ്ട്. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന് ഏകദേശം 1970 ആകുമ്പോൾ നോക്കൂ, 1970 ഇദ്ദേഹത്തിന് 1970 ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് നോബേൽ സമ്മാനം ലഭിക്കുകയാണ്. ഇദ്ദേഹത്തിന് നോബേൽ സമിതി നോബേൽ സമ്മാനം കൊടുക്കുകയാണ്. നോർമനി ബോർലോക്കിന് ഏത് വിഭാഗത്തിനാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഏതാണ്, സമാധാനത്തിനാണ് കേട്ടോ. സമാധാനത്തിനുള്ള നോബേൽ സമ്മാനമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. നോക്കി വെച്ചേക്കുക, സമാധാനത്തിനുള്ള. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പോകുന്നത് ഒന്നുകിൽ നമ്മൾ കാർഷികം, ഇപ്പം PSC ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ പറയുന്ന നോർമനി ബോർലോക്കിന് ഏത് വിഭാഗത്തിനാണ് എന്താണ് നോബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ അങ്ങനെ ചോദ്യം വരുമ്പോൾ ഉറപ്പായിട്ടും ആദ്യത്തെ ഓപ്ഷനകത്തൊക്കെ എന്താണ് ഓപ്ഷൻ, എന്തായിരിക്കും കൂടുതൽ ചാൻസ്, എക്കണോമിക്സ് എന്നായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം ഈ പറയുന്ന അഗ്രികൾച്ചർ എന്നൊക്കെ കൊടുക്കാം. അതൊന്നുമില്ല, അഗ്രികൾച്ചർ എന്ന് പറയുന്ന സാധനമൊന്നും നോബേൽ സമ്മാനത്തിലില്ല, നോബേൽ സമ്മാനത്തിന്റെ സംഭവത്തിലില്ല. ഓക്കെ, എക്കണോമിക്സ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എക്കണോമിക്സിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം. നോക്കി വെച്ചേക്കുക, സമാധാനത്തിനുള്ള നോബേൽ സമ്മാനമാണ് നമ്മുടെ നോർമനി ബോർലോക്കിന് ലഭിക്കുന്നത്. ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഓർത്തു വെച്ചേക്കുക നോർമനി ബോർലോക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നോർമനി ബോർലോക്കാണെന്ന് നമുക്കറിയാം. മെക്സിക്കോക്കാരനല്ല, അദ്ദേഹം USA അമേരിക്കൻ കാർഷിക വിദഗ്ധനാണെന്നും അറിയാം. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഈ നമ്മൾ ഈ പറയുന്ന 44 മുതൽ ഇങ്ങനെ ആരംഭിച്ചു പോകുന്ന ഈ പറയുന്ന ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇങ്ങനൊരു ആശയം ഉണ്ടെങ്കിലും ഈ പേര് വന്നിട്ടില്ല. ഈ സമയത്തൊന്നും ഈ പേരില്ല. വലിയ രീതിയിൽ അച്ചീവ്മെന്റ് ഒക്കെ ഈ ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക വികസനമൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന് ആ പേരില്ല. ഓക്കെ, നോക്കൂ, അവിടെ ഒരു പോയിന്റ് നമ്മൾ പറയുന്നില്ലേ, ഇവിടെ നോക്കൂ, മൂന്നാമത്തെ പോയിന്റ്, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അത് വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. വില്യം ഗൗഡ്. നോക്കൂ, 1968, ഇതാണ് സംഭവം കഥയാണ്, ഒരു ചെറിയൊരു കഥ. 1968 ഒരു വലിയൊരു കാർഷിക കോൺഫറൻസ് നമ്മുടെ ഈ പറയുന്ന അമേരിക്കയിൽ വെച്ച് നടക്കുകയാണ്. അമേരിക്കയിൽ വെച്ച് വലിയൊരു കാർഷിക കോൺഫറൻസ് നടക്കുന്നു. ആ കാർഷിക കോൺഫറൻസിൽ വെച്ചിട്ട് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാർഷിക വിദഗ്ധന്മാർ, മിക്ക രാജ്യങ്ങളിലുള്ള കാർഷിക വിദഗ്ധന്മാർ എന്ത് ചെയ്യുന്നു, ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുകയാണ്. ഈ വലിയൊരു കാർഷിക കോൺഫറൻസിലേക്ക് പങ്കെടുക്കുകയാണ്. അമേരിക്കയിൽ വെച്ചാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അമേരിക്കക്കാരനായ നമ്മുടെ വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തി, ഈ വില്യം ഗൗഡ് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ നമ്മുടെ നോർമനി ബോർലോക്കിന്റെ ഒരു സുഹൃത്തു കൂടെയാണ് നമ്മുടെ വില്യം ഗൗഡ്. അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പ്രസംഗവേളയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്,
അതായത് നോർമനി ബോർലോക്കിന്റെ ഇങ്ങനെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കാർഷിക പരിപാടിയെ നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഹരിതപരമായിട്ടുള്ള വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പറയുന്ന എന്താണ് വില്യം ഗൗഡ് പറയുകയാണ്. ഓക്കെ, അതിനുശേഷമാണ് ഈ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഗവേഷണ പദ്ധതിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാർഷിക പദ്ധതിക്ക് ഹരിത വിപ്ലവം എന്ന പേര് വരുന്നത്, ഗ്രീൻ റവല്യൂഷൻ എന്ന പേര് നൽകുന്നത് അല്ലെങ്കിൽ പേര് വരുന്നത്. അവിടെ പി എസ് നമുക്ക് ഇത്രയും ചോദിക്കില്ല, അവിടെ ഒരു കഥ പോലെ പഠിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പി എസ് നമുക്ക് ഇത്രയേ ഉള്ളൂ ചോദിക്കുന്നുള്ളൂ, ഇത്രയും പോയിന്റ് ഉള്ളത്. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാ? വർഷമൊന്നും നോക്കണ്ട, വർഷം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? വില്യം ഗൗഡ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാ. ഈ ഒരു സ്ലൈഡിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നോക്കി വെച്ചേക്കുക, വളരെ ഭംഗിയായിട്ട് നോക്കി വെച്ചേക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാൻ നോക്കൂ, പെട്ടെന്ന് പോകാം. ഓക്കെ, നമുക്ക് നോക്കൂ, ഇനി നോക്കാം. നോക്കൂ, 1940 ശേഷം അത്യുൽപാദന രോഗപ്രതിരോധ ശേഷിയുള്ള ഗോതമ്പ് വിത്തുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ യന്ത്രവൽക്കരണം എന്നിവ ഗോതമ്പ് കയറ്റുമതി, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗോതമ്പ് കയറ്റുമതിയിൽ മെക്സിക്കോയെ ഒന്നാമത് എത്തിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ നിൽക്കട്ടെ. നോക്കൂ, അടുത്തൊരു പോയിന്റ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോക്കി വെച്ചേക്ക. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ആൻഡ് അതുപോലെ തന്നെ ഫോർഡ് ഫൗണ്ടേഷൻ തുടങ്ങിയ കമ്പനികൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളും വൻതോതില് ഗവേഷണ പ്രവർത്തനങ്ങൾക്കായി പണം നൽകി. ഒന്ന് നോക്കി വെച്ചേക്ക, കാര്യം ഇത് എത്രയേ ഉള്ളൂ, സംഭവം വളരെ സിമ്പിൾ ആണ്. അതായത് ഈ പറയുന്ന നമ്മുടെ മെക്സിക്കോയിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തെ വളരെ കാർഷിക സമ്പന്നതയിൽ എത്തിക്കുന്നുണ്ട്. കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഗോതമ്പ് കയറ്റുമതി രാജ്യമായിട്ടൊക്കെ മെക്സിക്കോ മാറുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ അമേരിക്ക പോലുള്ള തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ പറയുന്ന റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, അതുപോലെ ഫോർഡ് ഫൗണ്ടേഷൻ, ഈ തുടങ്ങിയ ഫൗണ്ടേഷനുകള് ഇവരൊക്കെ ഈ ഹരിത വിപ്ലവത്തിനായി ഫണ്ടിങ് നടത്തുന്നുണ്ട്. വലിയ രീതിയിൽ ഫണ്ടിങ് നടത്തി. കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു പദ്ധതി വലിയ വിജയമായിട്ട് ലോകമെമ്പാടും വന്നു കഴിഞ്ഞാൽ അതില് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പോകുന്നതും അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അതറിയാം. കാര്യം ഇത് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വെച്ചിട്ട് അത്യാധുനിക രീതിയിലുള്ള കൃഷി രീതിയാണ്. അതുകൊണ്ട് തന്നെ രാസവളങ്ങള്, കീടനാശിനികള്, യന്ത്രവൽക്കരണങ്ങള്, ഈ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഈ അമേരിക്കയാണ് കൂടുതൽ ഉത്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ലോകമെമ്പാടും ഇവർക്ക് എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാം. വലിയൊരു ബിസിനസ് ആക്കി ഇതിനെ മാറ്റാം. അതുകൊണ്ടാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനും ഈ പറയുന്ന ഫോർഡ് ഫൗണ്ടേഷനും ഒക്കെ ചേർന്ന് നമ്മൾ ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പണം നൽകി അല്ലെങ്കിൽ വലിയ രീതിയിൽ ഫണ്ടിങ് നടത്തി എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നോക്കൂ, നമുക്ക് അടുത്തൊരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇന്റർനാഷണൽ സ്കൂൾ ടെസ്റ്റിൽ ഒരു പോയിന്റും കൂടെയാണ്. ഇന്റർനാഷണൽ മൈസ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അത് മെക്സിക്കോയാണ്. നോക്കി വെച്ചോളൂ. അതായത് ഇന്റർനാഷണൽ മൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, മൈസ് എന്ന് പറഞ്ഞാൽ ഈ ചോളം എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, ചോളം, അതിനെയാണ് നമ്മൾ മൈസ് എന്ന് പറയുന്നത് അല്ലെ, മൈസ. അതുപോലെ വീറ്റ, ഗോതമ്പ്. അപ്പൊ ഇന്റർനാഷണൽ മൈസ് ആൻഡ് വീറ്റ ഇംപ്രൂവ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ഈ മെക്സിക്കോ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. അതുപോലെ നമ്മൾ ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തേക്ക് ഒരുപാട് തവണ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെക്സിക്കോയാണ് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ഗേഹം, അതായത് ഹോം ഓഫ് ഗ്രീൻ റവല്യൂഷൻ, നമ്മൾ അങ്ങനെ പറയും. ഗേഹം എന്ന് പറഞ്ഞ ഗൃഹം അല്ലെ, ഹോം എന്ന് പറഞ്ഞാൽ അതായത് ഹരിത വിപ്ലവം ഏതെങ്കിലും ഒരു സംഭവം ആരംഭിക്കുന്ന ആ ഒരു സ്ഥലത്തെ അല്ലേ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോം എന്ന് പറയുന്നത്, ഗൃഹം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഗേഹം എന്ന് പറയുന്നത്. അപ്പൊ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത് മെക്സിക്കോയാണ്. അതുകൊണ്ട് പറയുന്നു ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചാൽ ഇതാണ് മെക്സിക്കോ. ഓക്കെ അല്ലേ? ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെക്സിക്കോ. അവിടെ തന്നെ നോക്കൂ, ഹരിത വിപ്ലവത്തിന്റെ
ഏഷ്യൻ ഗേഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു മെക്സിക്കോ അല്ലെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം, ഏഷ്യൻ ഗേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ് നോക്കി വെച്ചേക്കുക. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെയാണ്. എപ്പോഴും PSC ഇപ്പൊ റീസെന്റ് നമുക്ക് 2024 ഒരു ലാസ്റ്റ് ഇയർ എക്സാമിനകത്തും ചോദിച്ചതാണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ഫിലിപ്പൈൻസ്. ജസ്റ്റ് 2 പോയിന്റുകൾ അവിടെ ഒന്ന് നോക്കി വെച്ചേക്കാം. ഹരിത വിപ്ലവത്തിന്റെ ഗേഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? മെക്സിക്കോ. എന്നാൽ ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം, അതായത് ഏഷ്യയിൽ ആദ്യമായിട്ട് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പൈൻസ് ആണ്. അതുകൊണ്ടാണ് എന്താണ് ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്ന് ഇത് വരുന്നത് ഈ ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന ആ രാജ്യത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യം. അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഏതാ? ഈ പറയുന്ന ഇന്റർനാഷണൽ മൈസ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ. ഇന്റർനാഷണൽ മൈസ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അത് നമ്മുടെ എവിടെയാണ്? മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്താണ്. ഓക്കെ അല്ലേ? ഇത്രയും ഒരു കാര്യങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ലോക കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നോക്കി വെച്ചേക്കുക. ഇനിയാണ് നോക്കൂ, നമുക്ക് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ത്യയുടെ എന്താണ് രീതികൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു കാലഘട്ടം, കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത്. കാര്യം നമുക്ക് മറ്റേ നോക്കുക, അത്രയും കാര്യങ്ങളൊന്ന് ലോക കാര്യങ്ങളൊന്ന് ഹരിത വിപ്ലവമായിട്ട് നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യം തീർന്നു. അത്രയൊക്കെ ഉള്ളൂ. എക്സ്ട്രീം അത്രയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ലോകവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് എന്താണ് നമ്മുടെ ബോർലോക്കിന്റെ കാര്യമൊക്കെ നോക്കി വെച്ചേക്കുക. അത്രേ ഉള്ളൂ. ഇനി നോക്കൂ, നമുക്ക് ഇന്ത്യൻ ഹരിത വിപ്ലവം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യൻ ഹരിത വിപ്ലവം ഇന്ത്യയിൽ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങള് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. നന്നായിട്ട്. കാര്യം ഇതിന്റെ അകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം, ഒരു കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഇന്ത്യയില് ഹരിത വിപ്ലവം ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം നോക്കി വെച്ചേക്കുക. ഇന്ത്യയില് നമ്മൾ നേരത്തെ പറഞ്ഞു ലോകത്തിലെ ഹരിത വിപ്ലവം ഉണ്ടാകാനായിട്ടുള്ള ഒരു പശ്ചാത്തലം പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ 1940-കളില് വലിയൊരു ക്ഷാമം അല്ലെ, വലിയൊരു ഭക്ഷ്യക്ഷാമം നേരിടുന്നു. അല്ലെങ്കിൽ ആ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ വലിയൊരു ഭക്ഷ്യക്ഷാമം, കാർഷികം അഭിവൃദ്ധിയില്ല, അല്ലെങ്കിൽ കാർഷികം കറക്റ്റായിട്ട് കൃഷി നടക്കുന്നതിന് ഉത്പാദനമില്ല, സംഭരണമില്ല. അത് വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് നമ്മൾ നയിച്ചു. ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം നോക്കൂ, നമുക്ക് ഈ പറയുന്ന ഒരു 1960 സമയത്താണ് ഇന്ത്യയിൽ ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിലൊരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങുന്നത് 1960 മുതലാണ്. അതാണ് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. 60 മുതൽ നമ്മൾ ഇന്ത്യയിൽ ടോട്ടലായിട്ട് നല്ല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ജൂൺ മാസത്തിൽ കിട്ടേണ്ട മഴയാണ് അല്ലെ, ഇപ്പോഴും അങ്ങനെ മഴ കിട്ടുന്നില്ല. കറക്റ്റായിട്ട് ജൂൺ മാസത്തിൽ മഴ, 2 മൺസൂണുകൾ നല്ല മഴ കിട്ടണം. പക്ഷെ കാലാവസ്ഥ മൊത്തത്തിൽ ചേഞ്ച് ആയി. ഇനി നമുക്ക് ഈ മഴ ചിലപ്പോൾ കിട്ടുന്ന എപ്പോഴായിരിക്കും? ചിലപ്പോൾ അടുത്ത ഈ ഓണ സമയത്ത് അല്ലെ, ഓണമൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഓണം മൊത്തം കുളമാക്കാനുള്ള പരിപാടിയായിരിക്കും അടുത്ത് സംഭവിക്കാൻ പോണ, ഈ മഴയും പ്രളയവും ഒക്കെ അല്ലെ. അങ്ങനെയാണ് നമ്മൾ ചേഞ്ച് അല്ലെ, നമുക്ക് മനസ്സിലായി അല്ലെ. ഈ പറയുന്ന കാലാവസ്ഥ മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നോക്കുക, അപ്പോഴേ ഈ പറഞ്ഞത് 1960-കളില് ഇങ്ങനെ മൊത്തത്തില് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തുടങ്ങിയ ആ ഒരു സമയം തൊട്ടോ നമുക്ക് ഇന്ത്യയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക സമ്പത്ത് മൊത്തം തകർന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇന്ത്യ പോയി? നോക്കൂ, ഇന്ത്യയിൽ മൺസൂണിനെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്തിരുന്ന ഒരു കർഷക സമൂഹമായിരുന്നു നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നോക്കൂ, നമുക്ക് അതല്ലേ ശരിയല്ലേ? നോക്കൂ, ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ പറയുന്ന വെള്ളം ഉപയോഗിച്ച അല്ലെങ്കിൽ മഴയല്ലാത്ത മറ്റ് മാർഗങ്ങളിലൂടെ ജലസേചന പ്രക്രിയയിലൂടെ നല്ല രീതിയിൽ കൃഷി നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പോഴൊന്നും. ആകപ്പാടെ നമുക്ക് 56 അറിയാലോ, 56 ഒന്നാം പഞ്ചവത്സര പദ്ധതി വരുന്ന സമയത്തെ, അത് 1956 നമ്മുടെ ഫക്രാനങ്കല്, ഹിരാക്കുട്ട്, ദാമോദർ വാലി എന്നൊക്കെ പറഞ്ഞ പ്രോജക്റ്റുകളുണ്ടല്ലോ, വിവിധ ഉദ്ദേശ പദ്ധതികൾ ആയിട്ടൊക്കെ കൊണ്ടുവന്നത്. അത് 1-2 സംസ്ഥാനങ്ങൾ മാത്രമൊക്കെ ഉള്ളായിരുന്നു. മൊത്തത്തില് നമ്മള് എല്ലാ കർഷകരും അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 75% കർഷകരായിരുന്ന നമ്മളെ ഇന്ത്യയില്
90% കർഷകരും മൺസൂണിനെ ആശ്രയിച്ചു മാത്രമായിരുന്നു കൃഷി നടത്തിയിരുന്നത്. അപ്പൊ ഈ മൺസൂണിനെ മാത്രം ആശ്രയിച്ച് കൃഷി നടത്തിയവര് ഈ പറയുന്ന കർഷകർ വളരെ പരിമിതമായിട്ട് മാത്രമേ ഉത്പാദനം നടത്തിയുള്ളൂ. വളരെ കുറച്ച് മാത്രമേ ഉത്പാദനം നടത്തിയുള്ളൂ, കാർഷിക ഉത്പാദനം നടത്തിയുള്ളൂ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇതിന്റെയൊക്കെ ഫലമായി ഉത്പാദന കുറവ് വന്നു, കാർഷിക മേഖലയിൽ ഉത്പാദന കുറവ് വന്നു, സംഭരണ കുറവ് വന്നു. ഇത് വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചു. വലിയൊരു ഭക്ഷ്യക്ഷാമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിച്ചു. ഓക്കെ, അതിന്റെ ഫലമായിട്ട് നോക്കൂ, നമുക്ക് അങ്ങനെ ഈ പറയുന്ന ഭക്ഷ്യക്ഷാമം ഇന്ത്യയിൽ വന്നതോടുകൂടി ഇതിനെ പരിഹരിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് ഈ ഒരു കമ്മിറ്റി, അവരെ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് പഠിക്കുവാനും അത് എന്താണ് അതിനെ ഓവർകം ചെയ്യാനുമായിട്ടൊക്കെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു, പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവരാനായിട്ട്. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു കമ്മിറ്റിയിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പേ ജസ്റ്റ് നോക്കുക, അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. നോക്കൂ, ഈ പറയുന്ന തീവ്ര കാർഷിക ജില്ലാ പരിപാടി അല്ലെങ്കിൽ ജില്ലാതല തീവ്ര കാർഷിക പരിപാടി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ഓർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് പറയാം. ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓർ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, IADP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം. അതായത് നമ്മൾ ഇന്ത്യയില് ഹരിത വിപ്ലവം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് 1961 അല്ലെങ്കിൽ 60-61 കാലഘട്ടത്തില് നമുക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഈ പറയുന്ന ഹരിത വിപ്ലവത്തിന് പോലെ ഒരു പദ്ധതിയാണ് ജില്ലാതല തീവ്ര കാർഷിക പരിപാടി അല്ലെങ്കിൽ തീവ്ര കാർഷിക ജില്ലാ പരിപാടി, ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നോക്കൂ, അതായത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ച ഒരു പദ്ധതിയായിരുന്നു സത്യത്തിലേതാ ഈ പറയുന്ന IADP എന്ന് പറയുന്ന പദ്ധതി, അല്ലെങ്കിൽ ഇന്റൻസീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നിങ്ങൾ ജസ്റ്റ് വേറൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചിരുന്നാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് നോക്കി വെച്ചിരുന്നാൽ മതി. അതായത് ഈ പറയുന്ന ഒരു കാലഘട്ടത്തില് നമുക്ക് കൃഷിയൊക്കെ വളരെ ബേക്ക് പോയി, ഉത്പാദനമില്ല, നമ്മൾ ഭക്ഷ്യക്ഷാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചൊരു പദ്ധതിയായിരുന്നു, അതായത് ജില്ലാ തലങ്ങളില്. അപ്പൊ നമുക്ക് കേരളത്തില് 14 ജില്ലകളുണ്ട്. 14 ജില്ലകൾ എന്ന പോലെ മിക്ക ഇന്ത്യയിൽ മൊത്തത്തിൽ ജില്ലകളുണ്ടല്ലോ, പല ജില്ലകളും ഉണ്ടാവും. അപ്പൊ ആ ജില്ലകളില് ഏകദേശം കുറെ ജില്ലകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ജില്ലകൾ തിരഞ്ഞെടുത്തിട്ട് നമ്മൾ അവിടെ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം ജില്ലയാണല്ലോ. തിരുവനന്തപുരത്തിനകത്ത് നമുക്ക് തിരുവനന്തപുരത്തിന് 1960-61 നടക്കുന്ന കാര്യമാണ്, നോക്കിക്കൊള്ളുക. അപ്പൊ ആ സമയത്ത് തിരുവനന്തപുരത്ത് നമ്മൾ സെൻട്രൽ ഒരു ഈ പറയുന്ന ജില്ലാതല തീവ്ര കാർഷിക പരിപാടിയുടെ ഒരു ഓഫീസ് നമ്മൾ തുറക്കുകയാണ്. ഒരു ഓഫീസ് എന്തിനു വേണ്ടിയിട്ടാ? കർഷകരിലേക്ക് നേരിട്ട് വിത്തുകളും വളങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ കൈമാറാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഓഫീസ് തുറന്നിട്ട് ഈ പറയുന്ന കർഷകരിലേക്ക് നേരിട്ട് വിത്തുകളൊക്കെ കൊടുക്കുക, നേരിട്ട് കൊടുക്കുക. അന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക, അന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊന്നും ഇല്ല. കാര്യം ഹരിത വിപ്ലവം എന്ന് പറയുന്ന സിസ്റ്റം ഒന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല, 60കളിലാണ്. അവിടെ നിങ്ങൾ നോക്കുക, ഈ 60കളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത മാർഗങ്ങളോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ. നോക്കൂ, 60-61 കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ജില്ലയില് ഒരു ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ ഈ ഓഫീസിലേക്ക് ഈ ഗതാഗത മാർഗം ഇല്ലാത്തടത്ത് ഒരു കർഷകന്, ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു കർഷകന് അവിടെ പോയിട്ട് ഈ വിത്തുകളും വളങ്ങളും ഒക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്ന് വളരെ കുറവാണ്. പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ പ്രോഗ്രാം ആരംഭിച്ച ആ ഒരു ഓഫീസ്, ഈ പറയുന്ന ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൂടെ ആരംഭിച്ച ആ ഓഫീസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന വിത്തുകളും വളങ്ങളും ഒക്കെ അല്ലെങ്കിൽ സാങ്കേതികങ്ങളൊക്കെ നൽകിയ ഈ ഓഫീസിന്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറച്ച് കർഷകർക്ക് മാത്രമേ ഈ പറയുന്ന ഇതിന്റെ ഫലം ലഭിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 50% താഴെയുള്ള വിജയമുള്ള ഒരു പദ്ധതിയായിട്ട് ഇതെന്ത് ചെയ്തു, നമ്മുടെ ഈ പറയുന്ന കാർഷിക ചരിത്രത്തില് ഇത് ഇടം നേടി. ഓക്കെ, നോക്കൂ, അങ്ങനെ നമുക്ക് നോക്കൂ 1964 വരുന്നു. 64 അപ്പൊ 3-4 വർഷം കൊണ്ട് ഈ പദ്ധതി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ് ഈ പദ്ധതി. അങ്ങനെ 1964 വന്നു. നമ്മളൊരു കഥ പോലെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നോക്കൂ, 1964 വന്നു. നമ്മുടെ കാർഷിക മന്ത്രിയായിട്ട് നമ്മുടെ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന, ചിദംബരം സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ഇന്ത്യൻ കാർഷിക മന്ത്രിയായിട്ട് ചുമതലയേൽക്കുകയാണ് 1964. 2 വർഷമേ പുള്ളിക്കാർ ഇരുന്നുള്ളൂ. പക്ഷെ 2 വർഷം കൊണ്ട്
നമ്മുടെ ഇന്ത്യയുടെ കാർഷിക എന്താണ് ആ ഒരു ചരിത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാർഷിക ചിത്രം തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം മാറ്റിമറിച്ചിട്ടാണ് പോകുന്നത്. 2 വർഷമേ ഇരുന്നുള്ളൂ, 1964 മുതൽ 1966 വരെ. അങ്ങനെ ഇന്ത്യയിലെ എന്താണ് കാർഷിക മന്ത്രിയായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ 64 നമ്മുടെ സി സുബ്രഹ്മണ്യം, ചിദംബര സുബ്രഹ്മണ്യം വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെക്സിക്കോയിൽ ആരംഭിച്ച ഒരു കമ്മിറ്റി പോലെ ഒരു കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്താണ് പുതിയ പുതിയ പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ, കാർഷിക പദ്ധതികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ മെക്സിക്കോയിൽ ആരംഭിച്ച പോലെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുവാൻ ആരംഭിച്ചതുപോലെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ സി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയും എന്ത് ചെയ്യുന്നു, ഒരു കാർഷിക ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. 64 സമയത്ത് ഈ കാർഷിക കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ MS സ്വാമിനാഥനെ എന്ത് ചെയ്യുന്നു, ചുമതലയേൽപ്പിക്കുന്നു. ഈ കമ്മിറ്റിയുടെ പഠനം നടത്താനായിട്ട് MS സ്വാമിനാഥനെ എന്ത് ചെയ്യുന്നു, ചുമതലപ്പെടുത്തുന്നു. നോക്കുക, സി സുബ്രഹ്മണ്യം. ഓക്കെ, അപ്പൊ അവിടെ പോയിന്റ്, അവിടെ നമുക്ക് ഈ കഥയൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ പോയിന്റ് നോക്കൂ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാർഷിക മന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ സി സുബ്രഹ്മണ്യം. ഇതൊക്കെ ചോദിക്കുന്നുള്ളൂ. PSC നമ്മുടെ ഈ റീസെന്റ് ഇപ്പം നടന്ന, എനിക്ക് തോന്നുന്നു LD അല്ലേ പരീക്ഷ, അല്ലെ LD പരീക്ഷയ്ക്കകത്തും വന്നതാ, സ്റ്റേറ്റ്മെന്റിനകത്ത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച കാർഷിക മന്ത്രി ആര് എന്ന ചോദ്യം. ആരാ? നമ്മുടെ സി സുബ്രഹ്മണ്യം. ഓക്കെ, അങ്ങനെ ഈ സി സുബ്രഹ്മണ്യം ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യുന്നു. അതിന്റെ തലവനായിട്ട് MS സ്വാമിനാഥനെ എന്ത് ചെയ്യുന്നു, നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ഒരു 2-3 മാസത്തോളം MS സ്വാമിനാഥൻ എന്ത് ചെയ്യുന്നു, ഈ പഠനമൊക്കെ നടത്തുന്നുണ്ട്, കുറച്ച് കാർഷിക പദ്ധതിയൊക്കെ അവലംബിക്കുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിലുള്ള ഒരു മികച്ച ഉൽപാദനത്തിലോട്ടോ സംവരണത്തിലോട്ടോ ഭക്ഷ്യക്ഷാമം കുറയ്ക്കുന്നതിലോട്ടോ ഈ ഒരു പദ്ധതി എന്ത് ചെയ്യുന്നില്ല, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ MS സ്വാമിനാഥൻ പറയുകയാണ്, നമുക്ക് ഈ പറയുന്ന ഇവിടെയുള്ള നമ്മുടെ ഇന്ത്യയിലെ പദ്ധതികളൊക്കെ അവലംബിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മെക്സിക്കോയിൽ, അന്ന് പദ്ധതിക്ക് പേരൊന്നും ആയിട്ടില്ല, മെക്സിക്കോയിലേക്ക് 1968 പേര് വന്ന വില്യം ഗൗഡ് കൊടുത്തത്. അപ്പൊ 64 സംഭവിക്കുന്നത്. MS സ്വാമിനാഥൻ പറയാണ്, നമുക്ക് ഈ മെക്സിക്കോയിലേക്ക് പോകാം. മെക്സിക്കോയില് ഈ പറയുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന വ്യക്തി ഒരു കാർഷിക പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ വലിയ രീതിയിൽ ഗുണം ചെയ്തേക്കാം, ഗുണം ചെയ്തേക്കാം. അങ്ങനെ ഈ പറയുന്ന ഗവൺമെന്റിലേക്ക് എതിർപ്പുണ്ട്. കാര്യം വേറൊരു രാജ്യത്തെ പദ്ധതി ഒന്നും അങ്ങനെ നടപ്പിലാക്കണ്ട എന്നൊക്കെയാണ് ആദ്യത്തെ അഭിപ്രായം വന്നത്. എന്നാലും നമ്മുടെ സി സുബ്രഹ്മണ്യത്തിന്റെ ഒറ്റ നിർബന്ധ പ്രകാരം എന്ത് ചെയ്യുന്നു, നമ്മുടെ MS സ്വാമിനാഥനും കുറച്ച് പേരും കൂടെ ചേർന്ന് നേരെ മെക്സിക്കോയിലേക്ക് വെച്ച് പിടിക്കുന്നു. മെക്സിക്കോയിൽ പോകുന്നു, നമ്മുടെ നോർമൻ ബോർലോഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ടുള്ള നോർമൻ ബോർലോഗിനെ കാണുന്നു. അദ്ദേഹത്തിനെ കാണുന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് ഇന്ത്യക്കാരാണ്, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് അറിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് സന്തോഷമാണ്. കാര്യം ഇദ്ദേഹത്തിന് ഗോതമ്പ് ഇവിടെ കണ്ടാലും എന്താണ്, അദ്ദേഹത്തിന് ഭ്രാന്താണ്. അദ്ദേഹം അപ്പോഴും എന്ത് ചെയ്യും, അവിടെ ചെന്ന് എന്ത് ചെയ്യും, ഈ പറയുന്ന ശരി ഓക്കെ, നോക്കൂ, ഈ പറയുന്ന ഇദ്ദേഹത്തിന് എന്താണ് ഈ സാധിക്കും. അതായത് എപ്പോഴും ഇദ്ദേഹത്തിന് എന്താണ്, ഈ പറയുന്ന ഗോതമ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന റിസർച്ച് നടത്താനായിട്ട് ഇദ്ദേഹം പോകും. അങ്ങനെ ഒരു നേച്ചറാണ് പുള്ളിക്കാരൻ. ഗോതമ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പോകും. അങ്ങനെ ഈ പറയുന്ന MS സ്വാമിനാഥൻ കുറച്ചുപേര് ഇദ്ദേഹത്തിന് പോയി കാണുന്നുണ്ടല്ലോ. ഇവര് തിരിച്ചു വരുന്നതിന്റെ ഒപ്പം ഈ പറയുന്ന നമ്മുടെ നോർമൻ ബോർലോഗും കൂടെ നമ്മുടെ ഇന്ത്യയിലേക്ക് കയറി വരും. അങ്ങനെ 1964 ഏകദേശ ലാസ്റ്റോട് കൂടെ നമ്മുടെ പഞ്ചാബ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ നോർമൻ ബോർലോഗും MS സ്വാമിനാഥനും ഇവരൊക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരീക്ഷണം ആരംഭിക്കുകയാണ്. ഇന്ത്യയില് പരീക്ഷണം നടക്കുകയാണ്. ഹരിത വിപ്ലവം എങ്ങനെ നടപ്പിലാക്കാം, എങ്ങനെ പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നമ്മുടെ നോർമൻ ബോർലോഗ്, MS സ്വാമിനാഥനും ഇവിടുത്തെ കാർഷിക വിദഗ്ധന്മാർക്കും ഒക്കെ എന്ത് ചെയ്യുന്നു, പകർന്നു നൽകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. അത് കഴിഞ്ഞിട്ട് 64 ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ അങ്ങ് പോകുന്നു കേട്ടോ. നമ്മുടെ നോർമൻ ബോർലോഗ് അങ്ങ് സ്ഥലം വിടുകയാണ്, പുള്ളിക്കാരൻ അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തം നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ഹരിത വിപ്ലവത്തിന്റെ ചുമതല ആരിലേക്ക് വരുന്നു, നമ്മുടെ MS സ്വാമിനാഥനിലേക്ക് വരുന്നു. നോക്കൂ, MS സ്വാമിനാഥനിലേക്ക് നമ്മളെ ഈ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ മുഴുവൻ ചുമതലയും MS സ്വാമിനാഥനിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. അല്ലെ, പിൻകാലത്ത് നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ, നോർമൻ
ഈ നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ MS സ്വാമിനാഥൻ. ഓക്കെ, ഇനി ഇവിടെ രണ്ട് ചോദ്യം കൂടെ, 2 പോയിന്റും കൂടെ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. 2 പോയിന്റുകളുടെ ഓർത്തിരിക്കുക. നോക്കൂ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് GR എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഗ്രീൻ റെവല്യൂഷൻ ആണ് കേട്ടോ. ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് ഇന്ത്യയിൽ GRന് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്വസ്റ്റ്യനാ, ഒറ്റ ക്വസ്റ്റ്യനാ, പക്ഷെ കുറെ പോയിന്റുകൾ നമുക്ക് അതിനകത്ത് പറയാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കം കുറിച്ചത് എന്ന ചോദ്യത്തിന് നോക്കൂ, എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വർഷമാണ്? 1965. ഓക്കെ, PSC ചോദ്യമാണ് കേട്ടോ. പരീക്ഷണാടിസ്ഥാനത്തിൽ, അല്ലാതെയും PSC ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്ന് ചോദിച്ചാലും 1965 എന്നാണ് PSC ആൻസർ ആണ്. പക്ഷെ അത് കറക്റ്റ് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ കൃഷി ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1965 ആണ്. നോക്കൂ, അതുപോലെ തന്നെ അവിടെ അടുത്ത പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചാൽ 1965. എവിടെയാണ് ഹരിത വിപ്ലവത്തിന്റെ കൃഷി ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിലാണ്. കാര്യം പഞ്ചാബിലെ പരീക്ഷണം നടന്നതാ, അവിടെ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷിയും ആരംഭിച്ചു, ഈ ഗോതമ്പിന്റെ വിത്തുകളൊക്കെ കൊണ്ടാ. അതുപോലെ തന്നെ എത്രാമത് പഞ്ചവത്സര പദ്ധതി, അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവത്തിന്റെ കൃഷി ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാം പഞ്ചവത്സര പദ്ധതി. നമുക്കറിയാമല്ലോ, കാര്യം ഈ ഇടയ്ക്ക് തന്നെ അല്ലെ നമ്മുടെ OA പരീക്ഷ, അല്ലെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്കകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഹരിത വിപ്ലവം, അല്ലെ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട അതിനകത്ത് ചോദ്യം ചോദിച്ചപ്പോ എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം പല്ലവിയാണ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എന്നാണ് MS സ്വാമിനാഥൻ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ലാസ്റ്റ് പോയിന്റ്, 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിച്ചത്. ഇത് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കും, തെറ്റിച്ചാണ് ചോദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും PSC ചോദിക്കുന്ന സംഭവമാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ നമ്മൾ നോക്കി വെച്ചേക്ക, 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് നമ്മൾ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിക്കുന്ന കാര്യം. പഞ്ചവത്സര പദ്ധതി പഠിക്കുന്നവർക്ക് നമുക്കറിയാലോ, കാര്യം 65 ഇന്ത്യയിൽ ഹരിത വിപ്ലവം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായില്ലേ. കാര്യം 61 മുതൽ 66 വരെ ആയിരുന്നു ഇന്ത്യയിലെ 3ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ നടത്തിയത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം, അല്ലെ. അതുപോലെ തന്നെ ഈ NCERT ടെസ്റ്റിനകത്ത് ഒരു പോയിന്റ് അവിടെ കിടപ്പുണ്ട്. നോക്കൂ, ഇങ്ങനൊരു പോയിന്റ്, അതായത് ഇന്ത്യയില് GRന്റെ അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ വ്യാപനവും വികസനവും സാധ്യമായത് എന്നാണ്. നോക്കൂ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 1966-67 സമയത്താണ്. അതായത് ഇന്ത്യയിലെ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ആരംഭിച്ചത് 65-ലൊക്കെയാണ്. എങ്കിലും ഈ പറയുന്ന കൃഷിയുടെ വ്യാപനമൊക്കെ നടക്കുന്ന, കുറച്ചുകൂടെ വികസനവും വ്യാപനവുമായിട്ട് കുറച്ച് ഏരിയകള് കൂടുതൽ നടക്കുകയും കുറച്ചുകൂടെ കൂടുതൽ ഉത്പാദനമൊക്കെ നടത്തിയെടുക്കാനായിട്ട് കൂടുതൽ ഏരിയകളിലൊക്കെ നമ്മൾ വലിയ തോതിൽ കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയത് 1966-67 സമയത്താണ്. ഇത് പ്ലാൻ ഹോളിയുടെ കാലഘട്ടമാണ്. കാര്യം നമുക്കറിയാലോ, 1966 വരെ എന്തുള്ളൂ, 3ാമത്തെ ഈ പറയുന്ന പഞ്ചവത്സര പദ്ധതി ഉള്ളൂ. 3ാം പഞ്ചവത്സര പദ്ധതി 1966 വരെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ പഞ്ചവത്സര പദ്ധതി എടുത്തില്ല. പല കാരണങ്ങളാണ്. പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ നമുക്കറിയാലോ, പല കാരണങ്ങളാൽ നമ്മൾ പഞ്ചവത്സര പദ്ധതി എടുത്തില്ല. ആ സമയത്ത് നമ്മൾ ഒരു 1966 മുതൽ 69 വരെ നമ്മൾ ഇന്ത്യയിൽ പദ്ധതികളൊന്നും നടപ്പിലാക്കിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് പ്ലാൻ ഹോളിഡേ എന്നാണ്. പ്ലാൻ ഹോളിഡേ, അല്ലെ. അപ്പൊ നമുക്ക് അറിയാന്നുള്ള കാര്യമല്ലേ ആ പ്ലാൻ ഹോളിഡേ. അപ്പൊ ആ സമയത്താണ് ഈ പ്ലാൻ ഹോളിഡേ, മറ്റു പദ്ധതികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന ഹരിത വിപ്ലവം വളരെ വലിയ നേട്ടത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിച്ചു, നമുക്ക് ഇന്ത്യക്ക് പോകാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ വ്യാപനവും വികസനവും സാധ്യമായത് 1966-67 അത് ഏത് സമയത്താണ്? പ്ലാൻ ഹോളിഡേ സമയത്ത്. അവിടെ പഞ്ചവത്സര പദ്ധതി ഒന്നുമില്ല, പ്ലാൻ ഹോളിഡേ സമയത്ത്. അപ്പൊ ഈ ഒരു സ്ലൈഡ് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? കറക്റ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചൊരു കഥ പോലെ പറഞ്ഞു പോകുന്ന, കുറച്ച് എക്സ്പ്ലനേഷൻ ചെയ്യുന്നതോടെ അങ്ങനെ പോകുന്നത്, കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. നോക്കാം,
ഓക്കെ അല്ലേ? നമുക്ക് ഇനി നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നോക്കൂ, നമ്മുടെ MS സ്വാമിനാഥൻ. നമ്മളെ എല്ലാ ടോപ്പിക്കുകളും പഠിക്കുമ്പോഴേ, എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രൊഫൈൽസുകൾ നമ്മൾ നോക്കാറുണ്ട് അല്ലെ? കുറെ പ്രൊഫൈൽസ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ PSC അഭിമുഖീകരിക്കുമ്പോൾ ആകെപ്പാടെ 2 പ്രൊഫൈൽ നമ്മൾ നോക്കി വെച്ചിട്ട് നമ്മൾ കാര്യം ചെയ്യുന്നു അല്ലെ? നമ്മുടെ എന്താണ് ശ്രീനാരായണ ഗുരുവിനെയും അതുപോലെ തന്നെ നമ്മളെ ഗാന്ധിജിയെയും പഠിച്ചു വെച്ചിരുന്നാൽ 2 മാർക്ക് നമുക്ക് കിട്ടും എല്ലാ പരീക്ഷയ്ക്കും അല്ലെ? ഒരു 2 പ്രൊഫൈൽ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ ഇങ്ങനല്ല. ഇപ്പോഴ് നവോത്ഥാന നായകന്മാർ തന്നെ ഒരു 10-35 നമുക്ക് പഠിക്കണം അല്ലെ? ഇഷ്ടം പോലെ ആൾക്കാരാ. അതുപോലെ തന്നെ എല്ലാ ടോപ്പിക്കിനും, ഇപ്പൊ ഹിസ്റ്ററി ആയിരുന്നാലും എക്കണോമിക്സ് ആയിരുന്നാലും പൊളിറ്റിക്കൽ പരമായിട്ടുള്ള സിവിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നാലും എന്താണ് പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള വിഷയങ്ങളായിരുന്നാലും എല്ലാത്തിലും നമ്മൾ ഈ പറയുന്ന അവിടെയുള്ള ഒരു ഓരോ വ്യക്തികളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ പ്രൊഫൈൽ നമ്മൾ നോക്കിയിരിക്കുക. ഇത് നമുക്ക് എക്കണോമിക്സിനകത്ത് നമുക്ക് എന്താണ് ആഡം സ്മിത്ത് പുസ്തകങ്ങളൊക്കെ കുറെ പ്രൊഫൈൽ ഉണ്ട് കേട്ടോ. ചെറിയ പ്രൊഫൈലുകൾ ആൽഫ്രഡ് മാർഷലിന്റെ, ആഡം സ്മിത്തിന്റെ, ഗെയിൻസിന്റെ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രൊഫൈലുകൾ ഉണ്ട്. അതുപോലെ തന്നെ ദാദാഭായ് നവറോജി, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജിയുടെ, അതുപോലെ തന്നെ പിന്നെ എന്താണ് വിശ്വേശ്വരയ്യ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവല്ലേ വിശ്വേശ്വരയുടെ ആ പ്രൊഫൈൽ നോക്കി വെച്ചേക്കുക. അതുപോലെ PC മഗൽനോബീസ, ഓക്കെ, അമർത്യ സെൻ, നമ്മുടെ ആദ്യമായിട്ടല്ലേ എക്കണോമിക്സിനൊക്കെ വരുന്നത്, അദ്ദേഹത്തിന് നോബൽ സമ്മാനം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രൊഫൈല് കൂടെ നമ്മൾ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കേണ്ട, വായിച്ചു വെച്ചേക്കേണ്ട ഒരു പ്രൊഫൈലാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ MS സ്വാമിനാഥന്റെ പ്രൊഫൈല് നോക്കുക. MS സ്വാമിനാഥന്റെ പ്രൊഫൈല് നല്ല പോലെ നോക്കി വെച്ചേക്കുക. നല്ല പോലെ അത്യാവശ്യം നല്ല കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോകും. നോക്കൂ, ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് നോക്കൂ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്താണ്? മങ്കൊമ്പ സാംബശിവൻ സ്വാമിനാഥൻ. നോക്കൂ, മങ്കൊമ്പ സാംബശിവൻ സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു മലയാളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷെ ഇദ്ദേഹം നമ്മളെ MS സ്വാമിനാഥൻ MSS പൂർണ്ണമായിട്ട് ഒരു തമിഴനായിട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് കാണേണ്ടി വരുന്നത്. നമ്മൾ മലയാളിയായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ നമ്മളൊരു മലയാളിയായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നതാ. കാര്യം പുള്ളിക്കാരൻ 1925 നിങ്ങൾ നോക്കൂ, 1925 ജനനം. അദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്? കുംഭകോണമാണ്. നോക്കൂ, 1925 ജനിക്കുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള കുംഭകോണത്താണ് പുള്ളിക്കാരൻ ജനിക്കുന്നത്, തമിഴ്നാട്ടിലാണ്. അതുപോലെ അദ്ദേഹം വളർന്നത്, പഠിച്ചത്, കൂടുതൽ പഠനം നടത്തുന്നത്, അതുപോലെ അദ്ദേഹം ജീവിച്ചത് എല്ലാം എവിടെയാണ്? തമിഴ്നാട്ട് ഓറിയന്റഡ് ആയിട്ടാണ്, തമിഴ്നാട്ടിലാണ്. അദ്ദേഹത്തിന് നമ്മുടെ മങ്കൊമ്പ അല്ലെങ്കിൽ ആലപ്പുഴയുള്ള പണ്ട് 1860 കാലഘട്ടങ്ങളിലൊക്കെ ഇദ്ദേഹത്തിന്റെ പൂർവികര് ഈ പറയുന്ന അയ്യർ ഫാമിലീസ് ആലപ്പുഴയിൽ നിന്ന് മങ്കൊമ്പീന ഈ പറയുന്ന തഞ്ചാവൂരിലോട്ട് അല്ലെങ്കിൽ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർത്തവരാണ്, മലയാളികളാണ്. അതുകൊണ്ടൊക്കെയാണ് പിന്നീട് അദ്ദേഹം മലയാളിയായിട്ടൊക്കെ വരുന്നത്. ശരി, പോട്ടെ, നമുക്ക് അത്രയും കാര്യങ്ങൾ നോക്കണ്ട, അത്രത്തോളം പോണ്ട. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നോക്കൂ, ഇദ്ദേഹം 1925 കുംഭകോണത്ത് ജനിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്തരിക്കുന്നത് 2023 സെപ്റ്റംബർ 28. ഒരുപാട് തവണ ചോദിച്ചു അല്ലേ? 2024 എക്സാമിനകത്തിന് ഒരുപാട് തവണ ചോദിച്ചു. ഈ പറഞ്ഞ 2023 സെപ്റ്റംബർ 28 എന്ന് പറയുന്നത് ഒരുപാട് തവണ ചോദിച്ചതാ. ഓക്കെ, നോക്കി വെച്ചേക്കാം. ഇനിയും ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കുമ്പോൾ താഴെ തന്നിരിക്കുന്ന MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാ എന്ന ചോദ്യത്തിന് വീണ്ടും എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിന് അന്തരിച്ച ആ ഒരു ഡേറ്റ് ഒക്കെ ചോദിക്കാം. ഏകദേശം 98 വയസ്സ് വരെ ജീവിച്ചു കേട്ടോ. വലിയൊരു കാലഘട്ടം അല്ലെ, 98 വയസ്സ് വരെ അല്ലെ. 2 വർഷം കൂടെ കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മുട്ടി നിന്നിരുന്നെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു അല്ലെ. 25 മുതൽ 23 വരെ 98 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. അത്രയും കാലങ്ങളില നോക്കൂ, അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു പോകാം. നോക്കൂ, വിശേഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇന്ത്യൻ GRന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക് എക്കോളജി. നോക്കി വെച്ചേക്കുക. ഇന്ത്യൻ അവിടെ എഴുതാൻ നോക്കൂ, പാരിസ്ഥിതിക ശാസ്ത്രം നോക്കുക. പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കണോമിക് എക്കോളജി എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ അല്ലേ? പാരിസ്ഥിതിക എന്താണ് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്താണ് സാമ്പത്തിക പഠന മേഖലയാണ് പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രം എന്ന് എക്കണോമിക് എക്കോളജി നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ ഇന്ത്യയുടെ പിതാവായിട്ട് പറയുന്നത് ആരെ തന്നെയാണ്? നമ്മുടെ എം എസ് സ്വാമിനാഥനെ. രണ്ട് പോയിന്റുകൾ പറഞ്ഞു. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്, അതുപോലെ ഇന്ത്യൻ എന്താണ് എക്കണോമിക് എക്കോളജിയുടെ പിതാവ്, പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നോക്കൂ, ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് ചോദിച്ചാലും നമ്മുടെ ഈ പറയുന്ന ആര് തന്നെയാണ്? എം എസ് സ്വാമിനാഥൻ. നോക്കൂ, ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത നമ്മുടെ എം എസ് സ്വാമിനാഥൻ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ നോർമനി ബോർലോഗ് അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യയിൽ വന്ന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ കർഷക വിദഗ്ധന്മാർക്ക് അല്ലെങ്കിൽ കാർഷിക വിദഗ്ധന്മാർക്ക് നമ്മൾ കുറെ എന്താണ് ഈ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പൊ നോക്കൂ, അങ്ങനെ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനങ്ങൾ. നോക്കൂ, നമ്മൾ ഇതിനൊക്കെ ഇടയ്ക്കൊരു പോയിന്റ് കിടപ്പുണ്ടോ? നമുക്ക് കണ്ടില്ലേ, ഈ എം ബി സിംഗ് എന്ന് പറയുന്ന ഒരു പോയിന്റോ? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. നോക്കൂ, എം ബി സിംഗ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? എം ബി സിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ പറയുന്ന ഹരിത വിപ്ലവത്തിനെ കുറിച്ച് ഏതൊരു ചോദ്യം വന്നിട്ട് വ്യക്തിയെ പറ്റി വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കണ്ണുടച്ചുകൊണ്ട് നമുക്ക് എം എസ് സ്വാമിനാഥനിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഒഴികെ നിങ്ങൾ ഈ പറയുന്ന ബാക്കി എല്ലാം നിങ്ങൾ എടുത്തുകൊണ്ട് എവിടെ പോവുക? എം എസ് സ്വാമിനാഥനിലേക്ക് പോവുക, കുഴപ്പമില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മാറ്റി ജസ്റ്റ് വെച്ചേക്കുക. അതായത് നമ്മുടെ എം ബി സിംഗ് എന്ന് പറയുന്ന വ്യക്തി, അതായത് GRന്റെ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ എന്താണ് നായകൻ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ആരാ? എം ബി സിംഗ്. നോക്കി വെച്ചേക്കുക. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് എം എസ് സ്വാമിനാഥനെ കൊണ്ടുപോകാം. പക്ഷേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹീറോ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരാ? എം ബി സിംഗിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത എന്താണ് ഗോതമ്പ് ഇനമാണ് ഏതെന്ന് പറയുന്നത്? K68. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് K68 എന്ന് പറയുന്ന ഗോതമ്പിനം. ഓക്കെ, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനമാണ് K68. ഇനി നോക്കൂ, നമുക്ക് നേരെ എം എസ് സ്വാമിനാഥൻ നമ്മൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ആദ്യകാലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നോർമനി ബോർലോഗ് വികസിപ്പിച്ച ഗോതമ്പിനങ്ങൾ പോലെയൊക്കെ തന്നെ പുള്ളിക്കാരനും ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഗോതമ്പിനങ്ങളെ വികസിപ്പിച്ചെടുത്തു. അതിന് മെയിനായിട്ട് പറയുന്നു, നോക്കൂ, സർബതി സുണൂറ, കല്യാൺ സോണ, സൊണാലിക. എന്തൊക്കെയാണ്? സർബതി സുണൂറ, കല്യാൺ സോണ, സൊണാലിക. അത് നിങ്ങൾ സുണൂറ കണ്ടില്ലേ? സുണൂറ എന്ന് പറയുന്ന സാധനം കണ്ടില്ലേ? അതായത് സുണൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇദ്ദേഹം അതായത് നമ്മുടെ നോർമനി ബോർലോഗ് വികസിപ്പിച്ചെടുത്ത് അല്ലെ, സുണൂറ എന്ന് പറഞ്ഞാൽ അറിയാലോ, നോർമനി ബോർലോഗ് വികസിപ്പിച്ചെടുത്ത എന്താണ് ഒരുപാട് അമേരിക്കയ്ക്ക് കയറ്റുമതിയൊക്കെ ചെയ്ത സാധനമായിരുന്നു ഈ പറയുന്ന എന്താണ് സുണൂറ 64. അപ്പൊ ഇദ്ദേഹമാണല്ലോ, നോർമനി ബോർലോഗ് ആണല്ലോ നമ്മുടെ എം എസ് സ്വാമിനാഥൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് അല്ലെ, പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വികസിപ്പിച്ചെടുത്ത എല്ലാ സാധനത്തിനും, ഇതുപോലുള്ള എല്ലാ ഗോതമ്പിനത്തിനും ഇദ്ദേഹം എന്ത് ചെയ്തു? ആ സൊണോറ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ടച്ച് ചെയ്തു. എന്നിട്ട് ഇന്ത്യൻ ടച്ചും കൂടെ, അത് എന്താണ് ഇന്ത്യൻ പേരിന്റെ ഒരു ടച്ചും കൂടെ അദ്ദേഹം അങ്ങ് ചാർത്തി കൊടുത്തു. നോക്കൂ, സർബതി സൊണോറ, കല്യാൺ സോണ, അതുപോലെ തന്നെ സൊണാലിക. നോക്കൂ, കല്യാൺ സോണ, സൊണാലിക. നോക്കൂ, സിമ്പിൾ അല്ലേ? സംഭവം സിമ്പിൾ ആണ്. ആ ഇന്ത്യൻ ടച്ചും കൂടെ പുള്ളിക്കാരെ ഇട്ടു കൊടുത്തു, അത്രേ ഉള്ളൂ. സർബതി സുണൂറ, കല്യാൺ സോണ, അതുപോലെ തന്നെ എന്താണ് സൊണാലിക. ഓക്കെ അല്ലേ? അപ്പം എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പ് ഇനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർബതി സുണൂറ, കല്യാൺ സോണ ഉണ്ട്, സൊണാലിക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ സ്ലൈഡ് ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വന്ന സ്ലൈഡ് പെട്ടെന്ന് നമുക്ക് അങ്ങ് പോകാം. ഓക്കെ, വലിയ കാര്യമില്ല. നോക്കൂ, അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ എം എസ് സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബുക്കുകൾ നോക്കി വെച്ചേക്കുക. ബുക്കുകൾ ഏതൊക്കെയാണ് എന്ന കാര്യം ഒന്ന് നോക്കി വെച്ചേക്കുക. അദ്ദേഹം ഈ പറയുന്ന നല്ല 98 വയസ്സ് വരെ അല്ലെ, 98 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നതാണ് അല്ലെ. ആ സമയത്ത് ഇദ്ദേഹം ഒരുപാട് പുസ്തകം 45ഓളം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
അതിന് ഏറ്റവും നമുക്ക് PSC ചോദിച്ചിട്ടുള്ള 3 അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കി വെക്കാം. നോക്കൂ, അല്ലെങ്കിൽ ബുക്കുകൾ നോക്കി വെക്കാം. നോക്കൂ, MS സ്വാമിനാഥൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എഴുതിയ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഒന്ന്, ദ ക്വസ്റ്റ് ഫോർ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. നോക്കൂ, ദ ക്വസ്റ്റ് ഫോർ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നുണ്ട് ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റെവല്യൂഷൻ. നോക്കൂ, ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റെവല്യൂഷൻ. PSCയുടെ ചോദ്യമാണ് അവിടെ. ആൻ എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണ്? PSCയുടെ ചോദ്യമാണ്. ആൻ എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്നതല്ല ഉള്ളത്. നോക്കിയിരിക്കുക, അതിന്റെ മുഴുവൻ പേരാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ. ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത പുസ്തകമാണ് പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ള അടുത്ത പുസ്തകമാണ് വീറ്റ് റെവല്യൂഷൻ. വീറ്റ് റെവല്യൂഷൻ. ഓക്കെ, വീറ്റ് റെവല്യൂഷൻ. വീറ്റ് റെവല്യൂഷൻ, ഗോതമ്പ് വിപ്ലവം. അതായത് നമ്മൾ ഇനി നമ്മൾ ഘട്ടത്തിൽ അടുത്തൊരു വേറൊരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അത് ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ നടക്കുന്നത്. 10 വർഷം മുതൽ 20 വർഷമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നത്. അപ്പൊ ആ ഒരു ഒന്നാമത്തെ കാലഘട്ടം, 2 കാലഘട്ടത്തിലെ ഒന്നാമത്തെ കാലഘട്ടം അറിയപ്പെടുന്ന ഒരു പേരും കൂടെയാണ് വീറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ ഗോതമ്പ് വിപ്ലവം. നമ്മുടെ ഇപ്പോഴത്തെ LD-യുടെ ഒക്കെ പരീക്ഷയുടെ ഒക്കെ ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റിനകത്ത് ഉണ്ടായിരുന്നു വീറ്റ് റെവല്യൂഷൻ. ഒന്നാമത്തെ കാലഘട്ടം അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്ന ശരിയോ തെറ്റോ എന്നൊക്കെ പറയുന്ന പോയിന്റിനകത്ത്. ഇനി നോക്കൂ, അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പുസ്തകം കൂടെ പറഞ്ഞല്ലോ, ഏതാണ്? ടുവേർഡ്സ് എ ഹങ്കർ ഫ്രീ വേൾഡ്. ടുവേർഡ്സ് എ ഹങ്കർ ഫ്രീ വേൾഡ്. ഓക്കെ, അങ്ങനെ 4 പുസ്തകങ്ങൾ നോക്കി വെച്ചേക്കുക. മിനിമം ഒരു 4 പുസ്തകം നോക്കി വെച്ചേക്കുക. നമ്മൾ പറഞ്ഞു ദ ക്വസ്റ്റ് ഫോർ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. ദ ക്വസ്റ്റ് ഫോർ വേൾഡ് വിത്തൗട്ട് ഹങ്കർ. അതുപോലെ ഫ്രം ഗ്രീൻ ടു എവർ ഗ്രീൻ റെവല്യൂഷൻ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അതിൽ നമ്മൾ പറഞ്ഞു PSC ചോദ്യം ആൻ എവർ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് PSCയുടെ ചോദ്യം എന്ന് പറഞ്ഞു. ഓക്കെ, അത് നോക്കി വെച്ചേക്കുക. അതുപോലെ വീറ്റ് റെവല്യൂഷൻ, ഗോതമ്പ് വിപ്ലവം, അതുമായിട്ട് ബന്ധപ്പെട്ട ഗോതമ്പ് വിപ്ലവം ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം വീറ്റ് റെവല്യൂഷൻ. അതുപോലെ 4ാമത്തെ പുസ്തകം പറഞ്ഞു നമ്മൾ ടുവേർഡ്സ് എ ഹംഗ്രി ഫ്രീ വേൾഡ്. ടുവേർഡ്സ് എ ഹംഗ്രി ഫ്രീ വേൾഡ്. നോക്കൂ, ആദ്യത്തെ ഈ 3 പുസ്തകങ്ങളും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. നോക്കി വെച്ചേക്കുക. പെട്ടെന്ന് നമുക്ക് പോകാം. നോക്കൂ, ഇദ്ദേഹത്തിന് കുറഞ്ഞ കാലം കൊണ്ട്, വളരെ കുറഞ്ഞ 65-ൽ തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലെ. ഇന്ത്യയിൽ 65-ലാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹരിത വിപ്ലവം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു നമുക്ക് പരിഹരിക്കാൻ പറ്റി. ഉൽപ്പന്നങ്ങൾ എല്ലാ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. ഇതൊക്കെ സാധിച്ചത് നമ്മുടെ ഈ പറയുന്ന ആരുടെയാണ്? ഇന്ത്യൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് കൂടിയായിട്ടുള്ള നോർമനി പോളോ നമ്മുടെ MS സ്വാമിനാഥന്റെ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അച്ചീവ്മെന്റ് കൂടെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു അവാർഡ് കിട്ടുന്നതിൽ നോക്കൂ, 1971 സമയത്ത് ഇദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടുന്നു. ഇന്റർനാഷണൽ അവാർഡ് നോക്കൂ, എന്താണെന്ന് ചോദിച്ചാൽ മാക്സസെ അവാർഡ്. ഫിലിപ്പൈൻസ് സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായിട്ടുള്ള മാക്സസെ അവാർഡ് കിട്ടുന്നു. മാക്സസെ അവാർഡ് അറിയപ്പെടുന്ന ഒരു പേരും കൂടെ ഉണ്ട് കേട്ടോ. ഏഷ്യൻ നോബേൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഏഷ്യൻ നോബേൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരം കൂടിയാണ് ഈ മാക്സസെ അവാർഡ്. 1971 ഇദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ മാക്സസെ അവാർഡ് വേദിയിൽ അല്ലെങ്കിൽ ഈ പുരസ്കാരം മേടിക്കാനായിട്ട് ഇദ്ദേഹം ഫിലിപ്പീൻസിലേക്ക് പോകും. ഫിലിപ്പീൻ സർക്കാരാണ് കൊടുക്കുന്നത്. പരമോന്നത പുരസ്കാരമാണ്, ഏഷ്യൻ നോബേൽ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഈ മാക്സസെ അവാർഡ് മേടിക്കാനായിട്ട് ഇദ്ദേഹം ഫിലിപ്പീൻസിലെത്തുന്നു. അവിടെ പോയിട്ട് ഇദ്ദേഹം അവാർഡ് മേടിച്ചിട്ട് ആ പുരസ്കാര വേദിയിൽ ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തും, ചെറിയൊരു സ്പീച്ച് നടത്തും. ആ സ്പീച്ച് നടത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു ഉദ്ധരണി ഉണ്ട്, വളരെ ഫേമസ് ആയിട്ട് പിന്നീട് മാറിയ ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നോക്കൂ, വിശക്കുന്ന ഒരു വ്യക്തി യുക്തിയെയോ മതത്തെയോ ശ്രദ്ധിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാൽ വണങ്ങുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, വളരെ ഇന്ത്യൻ ഒരു ടച്ചൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്. നോക്കൂ, വിശക്കുന്ന ഒരു വ്യക്തി യുക്തിയെയോ മതത്തെയോ ശ്രദ്ധിക്കുന്നില്ല. വിശക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് യുക്തിയോയോ അല്ലെങ്കിൽ യുക്തിവാദമോ മതവാദമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കത്തില്ല അല്ലെ, സ്വാഭാവികമായിട്ടല്ല. അങ്ങനെ അവന്റെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വിശപ്പാണ്. അപ്പൊ അതാണ് പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാൽ
വണങ്ങുന്നുമില്ല. വിശന്നിരിക്കുന്ന സമയത്ത് വിശന്ന് വരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയിൽ വണങ്ങാൻ നമുക്ക്, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിൽ മുഴുകാൻ നമുക്ക് പറ്റത്തില്ല. മനുഷ്യനല്ലേ, അല്ലെ? അപ്പൊ അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മക്സസെ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പുരസ്കാര വേദിയിൽ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. ഒരു ഉദ്ധരണിയായിട്ട് നോക്കി വെച്ചേക്കുക. വിശക്കുന്ന വ്യക്തി യുക്തിയെയോ മതത്തെയോ ശ്രദ്ധിക്കുന്നില്ല, ഏതെങ്കിലും ഒരു പ്രാർത്ഥനയാൽ വണങ്ങുന്നുമില്ല. ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അടുത്ത നിങ്ങൾ നോക്കൂ. അടുത്ത മറ്റൊരു ഇന്റർനാഷണൽ അവാർഡിലേക്ക് പുള്ളിക്കാരൻ എത്തുകയാണ്. 1987 ഈ അവാർഡ് അദ്ദേഹത്തിന് തേടിയെത്തുന്നത്. 1986 ഇതിന്റെ ചരിത്രം എങ്ങനെയാണ്? 1986 നമ്മുടെ നോർമൻ ബോർലോഗ്, അദ്ദേഹം വിചാരിക്കുകയാണ്, നോർമൻ ബോർലോഗ് അന്ന് വിചാരിക്കുകയാണ്, കാര്യം നമുക്ക് ഈ പറയുന്ന നോബേൽ സമ്മാനങ്ങളൊന്നുമില്ല, അല്ലെ? ഈ പറഞ്ഞ അഗ്രികൾച്ചർ എന്ന് പറയുന്ന മേഖലയ്ക്ക് നോബേൽ സമ്മാനം ഒന്നും കൊടുക്കുന്നില്ല, സയൻസ് ഓറിയന്റഡ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, നമുക്ക് ഈ അഗ്രികൾച്ചർ മേഖലയ്ക്ക് അതൊരു പരമോന്നത പുരസ്കാരം, നല്ലൊരു പുരസ്കാരം, നല്ല വാല്യൂ ഉള്ള, അല്ലെ, നല്ല മൂല്യമുള്ള ഒരു പുരസ്കാരം നമുക്ക് കൊടുക്കണമെന്നൊരു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അങ്ങനെയാണ് 1986 വേൾഡ് ഫുഡ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ നോർമൻ ബോർലോഗും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ പറയുന്ന വേൾഡ് ഫുഡ് പ്രൈസ് എന്ന് പറയുന്ന ആ പുരസ്കാരം നൽകിയത്. അത് ആദ്യമായിട്ട് നൽകുന്നത് 87 ആദ്യമായിട്ട് നൽകുന്ന ആർക്കാണ്? നമ്മുടെ MS സ്വാമിനാഥനാണ്. അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട്. കാര്യം നോർമൻ ബോർലോഗിന്റെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും നല്ലൊരു ശിഷ്യൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആരെ പറയാം? നമ്മുടെ MS സ്വാമിനാഥനെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ, അല്ലെ, അദ്ദേഹം പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പറഞ്ഞു കൊടുത്തതിനേക്കാൾ ഉപരിയായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിച്ച ഒരു വ്യക്തിയും കൂടിയാണ് നമ്മൾ MS സ്വാമിനാഥൻ. അതുകൊണ്ടാണ് നോക്കൂ. അതുപോലെ തന്നെ അടുത്ത പറയുന്ന മറ്റൊരു പോയിന്റ് നോക്കൂ. 1982-88 കാലഘട്ടത്തിൽ നമ്മുടെ MS സ്വാമിനാഥൻ നോക്കുക, നമ്മുടെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിസർച്ച് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. നോക്കൂ, എന്താണ്? മനില, അല്ലെ? മനസ്സിൽ വന്നല്ലേ ആൻസർ? മനില. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മനിലയിലാണ്. അങ്ങനെ ഈ മനിലയിലെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിട്ട് നമ്മുടെ MS സ്വാമിനാഥൻ എന്ത് ചെയ്തു? അദ്ദേഹം ഈ പറയുന്ന 1982-88 സമയത്തിന് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അവിടെ നിയമിതനായി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളാ. ഓക്കെ, നോക്കൂ, അവിടെ നിന്ന് ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത നെല്ലിനമുണ്ട് കേട്ടോ. നെല്ലിനം നോക്കൂ, അതായത് നമ്മൾ പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപഭോഗം ചെയ്യുന്നത് എന്താണ്? നെല്ലിനമാണ്, അല്ലെ? നമ്മൾ ഗോതമ്പിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നെല്ലാണ്. ഏകദേശം 57% നെല്ലും ഗോതമ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 57% നമ്മൾ നെല്ല് അരിയാഹാരമാണ് നമ്മൾ ഉപഭോഗം ചെയ്യുന്നത്, കൺസപ്ഷൻ ചെയ്യുന്നത്. 43% മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഗോതമ്പ് വരുന്നത്. ഓക്കെ, നോക്കൂ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഹരിതവിപ്ലവം ഏറ്റവും കൂടുതൽ വിളയിച്ചെടുത്തതും അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ ഗോതമ്പിലാണ് നമ്മൾ കൃഷി ചെയ്തതും വിളയിച്ചെടുത്തതും ഒക്കെ. അങ്ങനെ നമുക്ക് തദ്ദേശീയമായിട്ട് ഗോതമ്പ് മാത്രമേ നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന വിത്തുകളൊക്കെ ഉത്പാദിപ്പിച്ചെടുക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ ഈ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന കാലയളവില് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മനിലയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മനിലയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഒരു നെല്ലിനമായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ അയ്യാറട്ട് എന്ന് പറയുന്ന സാധനം, അല്ലെ? അയ്യാറട്ട്. ഓക്കെ, അയ്യാറട്ട് എന്ന് പറയുന്ന സംഭവം മനിലയിൽ നിന്നാണ് വികസിപ്പിച്ചെടുക്കുന്നത്. അത് ഈ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് കുറഞ്ഞ റേറ്റിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്ത, ഇന്ത്യയിൽ ഒരുപാട് കൃഷി ചെയ്ത, ഒരുപാട് ഉത്പാദനം നടത്തിയ 80s 90s 2000 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നമ്മൾ കൃഷി ചെയ്തൊരു സാധനം കൂടിയാണ് എന്ത്? അയ്യാറട്ട്. നിങ്ങൾ അയ്യാറട്ട് കേട്ടിരിക്കും, അല്ലെ? നമ്മുടെ ഈ പാട്ടിലൊക്കെ ഉണ്ടല്ലേ, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പഴയ സിനിമയുണ്ട്, അന്യൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അന്ന് ഈ അരിയൊക്കെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പാട്ടിലൊക്കെ അവര് അത്രത്തോളം റിലേറ്റബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവരെ പാട്ടിലൊക്കെ ഉപയോഗിച്ചു. നമ്മൾ പാട്ട് മനസ്സിലായി കാണും, അല്ലെ? ഓർമ്മ വന്നില്ലേ? അണ്ടങ്കാക്ക കൊണ്ടാക്കാരി
അയ്യാറെട്ട് പല്ലിക്കാരി അല്ലെ, അയ്യാറെട്ട് പല്ലിക്കാരി എന്ന് പറഞ്ഞാൽ അത് ഈ അയ്യാറെട്ടാണ് അല്ലെ. കൊച്ചിൽ നമുക്ക് അറിയില്ല അല്ലെ, ഇപ്പോഴും മനസ്സിലായി കാണുമല്ലോ. അയ്യാറെട്ട് പല്ലിക്കാരി, അതിൽ അയ്യാറെട്ടാണ് കേട്ടോ ഇതോ. അപ്പൊ അയ്യാറെട്ട് ആ നെല്ലിനം, അതിന്റെ കാര്യം ഓർത്തിരിക്കുക. കാര്യം സ്കൂൾ ടെസ്റ്റിലും കൂടെ ഉണ്ട് കേട്ടോ. സ്കൂൾ ടെസ്റ്റില് നമ്മൾ പറയുന്നുണ്ട് വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള നെല്ലിനമാണ് ഈ പറയുന്ന അയ്യാറെട്ട് എന്ന് പറയുന്നത്. വളരെ പൊക്കം കുറവാണ്. അതായത് നമ്മുടെ നാടൻ നെല്ലിനെക്കാളും 3 ഇരട്ടി എന്താണ് ഉൽപാദനം തരുന്ന ഒരു നെല്ലിന്റെ വിത്തിനം കൂടിയാണ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം കൂടിയാണ് അയ്യാറെട്ട. ഇനി നോക്കൂ, നമ്മളെ ജസ്റ്റ് ഒരു പോയിന്റ് അത് ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. 2007 2013 സമയത്ത് ഇദ്ദേഹം രാജ്യസഭാംഗമായി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ മനില പറഞ്ഞപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ചോദിച്ച മനില. എന്നാൽ നമ്മുടെ ഇന്ത്യൻ നെല്ല് ഗവേഷണ കേന്ദ്രം, ഇന്ത്യയുടെ നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഏതാണ്? കട്ടക്ക് അല്ലെ, കട്ടക്ക് ഒഡീഷ അല്ലെ, ഒഡീഷയിലാണ് കട്ടക്ക്, ഒഡീഷ. അതുപോലെ തന്നെ കേരളത്തിന് 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ, മനസ്സിലേക്ക് വന്നില്ലേ? 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിനുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് 4 നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ, പറഞ്ഞു നോക്കൂ. അതിന് ഏതൊക്കെ? ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ആ പേര് തന്നെ തുടങ്ങുന്നത് അല്ലെ, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ കായംകുളം അതുപോലെ തന്നെ അടുത്ത് പറയുന്നുണ്ട്, ഇതെവിടെയാണ്? ഈ മങ്കൊമ്പും കായംകുളവും എവിടെയാണ്? നമ്മുടെ ആലപ്പുഴയിലാണ് കേട്ടോ. ആലപ്പുഴ. അതുപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പൊ മങ്കൊമ്പ്, കായംകുളം, ആലപ്പുഴയായി. ഇനി നോക്കൂ, പട്ടാമ്പി ഉണ്ടല്ലേ, പട്ടാമ്പി എവിടെയാ? പട്ടാമ്പി അത് തന്നെ എവിടെയാ? മനസ്സിലായി, അത് തന്നെ പാലക്കാട് അല്ലെ, പട്ടാമ്പി പാലക്കാട്. ഇനി ഒന്നും കൂടെ ഉണ്ട്, 4 എണ്ണം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കരുത് കേട്ടോ. പക്ഷെ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ, കട്ടക്ക് ഒഡീഷ. പക്ഷെ കേരളത്തിൽ എന്തിനോ വേണ്ടിയിട്ട് 4 എണ്ണം ഉണ്ട്, നോക്കി വെച്ചേക്കുക. ഓക്കെ, നമ്മൾ പഠിക്കുക. ഓക്കെ, അവൻ എന്തോ ആയിക്കോട്ടെ. നോക്കുക, വൈറ്റില എവിടെയാണ്? എറണാകുളം. ഇത്രേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് നോക്കി വെച്ചേക്കുക, അത്രയും സൈഡും നോക്കി വെച്ചേക്കുക. കട്ടക്ക് ഒഡീഷയിൽ അത് ഇന്ത്യൻ നെല്ല് ഗവേഷണ കേന്ദ്രം. കേരളത്തിന്റെ നെല്ല് ഗവേഷണ കേന്ദ്രം 4 ഉണ്ട്. അത് ആ ജില്ല ഉൾപ്പെടെ തന്നെ നിങ്ങൾ നോക്കി വെച്ചേക്കുക, ജില്ല ഉൾപ്പെടെ തന്നെ. കാര്യം ജില്ല ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്, ജില്ലയായിട്ട് ചോദിക്കുന്നുണ്ട്. മങ്കൊമ്പ് എന്താണ് നെല്ല് ഗവേഷണ കേന്ദ്രം ഏത് ജില്ലയാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കി വെച്ചേക്കുക, മങ്കൊമ്പ്, കായംകുളം, ആലപ്പുഴ, പട്ടാമ്പി പാലക്കാട്, വൈറ്റില എറണാകുളം അല്ലെ. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഇദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടി കേട്ടോ. ഭാരതരത്നം കിട്ടി. നോക്കൂ, 2024 ഭാരതരത്നം കിട്ടിയത്. ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് കേട്ടോ, മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം കിട്ടുന്നത് അല്ലെ. അത് കറക്റ്റ് ആയിട്ടൊരു ഏർപ്പാടല്ല അല്ലെ, നമ്മൾക്ക് തോന്നുന്നില്ല. ഈ മരണാനന്തരം നമുക്ക് ഭാരതരത്നം കൊടുക്കുന്നതിന് വലിയ യോജിപ്പില്ല അല്ലെ. ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? മരണാനന്തര ബഹുമതിയായിട്ട് ഒരുപാട് പേർക്ക് ഭാരതരത്നം കൊടുക്കുന്നുണ്ട് അല്ലെ. അത് കറക്റ്റ് അല്ല എങ്കിൽ പോലും അത് ഇന്ത്യൻ ഇന്ത്യയുടെ അംഗീകാരമാണ്. ശരി, നോക്കൂ, ഭാരതരത്നം 2024 പുള്ളിക്കാരന് ഭാരതരത്നം നേടുന്നു. അവിടെ ഒരു ചോദ്യം നോക്കൂ, ഭാരതരത്നം നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ആരാ? ഭാരതരത്നം നേടിയ ആദ്യ മലയാളി ആരാണ്? MGR ആണ് കേട്ടോ. ഭാരതരത്നം നേടുന്ന ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം MGR ആണ്. ഇപ്പോഴും നമ്മുടെ UPSCയുടെ ചോദ്യങ്ങൾ, SSC ചോദ്യങ്ങളിലൊക്കെ ഇപ്പോഴും ആൻസർ ചെയ്തതാണ് MGR ആണ്. നമ്മൾ കൂടുതലും ഈ നമ്മുടെ കേരള PSC ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. MGR എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലോ ഭാരതത്തിൽ നേടിയ ആദ്യ വ്യക്തിയായിട്ട് MGRനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ 2020 റീസെന്റ്ലി UPSCയുടെ അനലൈസ് ചെയ്തപ്പോൾ UPSCയുടെ ക്വസ്റ്റിനകത്ത്, SSCയുടെ ഒരു ക്വസ്റ്റിനകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടു. ഇന്ത്യയിൽ ആദ്യമായി ഭാരതത്തിൽ നേടിയ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? MGR. രണ്ടാമത്തെ മലയാളി എന്ന് പറഞ്ഞാലേ നമുക്ക് ആരെ പറയാൻ പറ്റുള്ളൂ? നമുക്ക് MS സ്വാമിനാഥനെ. രണ്ടാമത്തെ മലയാളിയാണ് ഭാരതത്തിൽ നേടിയ, ഇന്ത്യയുടെ രണ്ടാമത്തെ മലയാളിയാണ് MS സ്വാമിനാഥൻ. നിങ്ങൾ സത്യമായ ചിത്രത്തിൽ എന്താണ്? രണ്ടുപേരും മലയാളി, പ്രോപ്പറായിട്ട് മലയാളികൾ അല്ല. അതായത് ഇന്ത്യയിൽ ഇന്ന് വരെ പ്രോപ്പറായിട്ട് ഒരു മലയാളിക്ക് ഭാരതരത്നം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ. അതല്ലേ സംഭവം, സത്യം അതല്ലേ. കാര്യം MGR എന്ന് പറയുന്നത് തമിഴ്നാട്ടുകാരനല്ല, മലയാളിയാണ് അല്ലെ, പാലക്കാടുകാരനൊക്കെ ആണെങ്കിൽ പോലും പുള്ളിക്കാരൻ കൂടുതലായിട്ട് ജീവിച്ചതും അദ്ദേഹത്തിന്റെ സേവനം അനുഷ്ഠിച്ചു എല്ലാം തമിഴ്നാട്ടിലാണ്. സൂപ്പർ സ്റ്റാർ ആയിരുന്നു, പിന്നെ അതിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയി അല്ലെ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കഥ വരുന്നത്. അദ്ദേഹവും നമ്മൾ ഈ അച്ചീവ്മെന്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ മലയാളി എന്ന് പിടിച്ചു വെച്ചിരിക്കുന്നത് സത്യത്തില് അല്ലെ. നമ്മൾ MS സ്വാമിനാഥൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു മലയാളി ഇതുവരെ ഭാരതത്തിൽ നേടിയില്ല. അതാണ് വേറൊരു സത്യം.
നമുക്ക് പഠിച്ചു വെക്കുകയാണ്, നമുക്ക് പഠിച്ചു വെക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിലെ ഭാരത് നേടിയ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MGR. രണ്ടാമത്തെ വ്യക്തിയാണ്, രണ്ടാമത്തെ മലയാളിയാണ് MS സ്വാമിനാഥൻ. ഇനി ഇദ്ദേഹത്തിന് നമ്മളെ കേരള സർക്കാർ ഒരു പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. 2021 പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. കേരള ശാസ്ത്ര പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് 2021 MS സ്വാമിനാഥന് നമ്മൾ ഒരു എന്താണ് അനുമോദനം നമ്മൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന്. ഓക്കെ, കേരള ശാസ്ത്ര പുരസ്കാരം, കേരള ശാസ്ത്ര പുരസ്കാരം 2021 നോട്ട് ചെയ്ത് വെച്ചോളൂ. 2021 റീസെന്റ് ഒക്കെയാണ്, അതുകൊണ്ടൊക്കെ ചോദിക്കാം, നമ്മുടെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2021 പുള്ളിക്കാരനോ എന്ത് കിട്ടി? കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടിയൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നോക്കി വെച്ചേക്കുക. നോക്കൂ, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആണ്, നോക്കൂ, അതുപോലെ തന്നെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് PS ഓൾഡ് ക്വസ്റ്റ്യനും കൂടെയാണ്. എവിടെയാണ്? ചെന്നൈയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ? ചെന്നൈയാണ്, ചെന്നൈ. അതിനകത്ത് നമ്മൾ അവിടെ ഒരു ബ്രാക്കറ്റിൽ സാധനം ഇട്ടിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, അതായത് ഇവിടെ വേൾഡ് ഫുഡ് പ്രൈസ് എന്നാണ് ഞാൻ ഹിന്റ് ഇട്ടിരിക്കുന്നതാണ്. വേൾഡ് ഫുഡ് പ്രൈസ് എന്നാണ്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വേൾഡ് ഫുഡ് പ്രൈസ് 1987 കിട്ടുന്നില്ല, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. 87 കിട്ടുന്ന ഈ വേൾഡ് ഫുഡ് പ്രൈസ് ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ 20 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തെടുത്ത ഒരു ഫൗണ്ടേഷൻ, റിസർച്ച് ഫൗണ്ടേഷൻ ആയിരുന്നു ഏത്? ഈ പറയുന്ന നമ്മുടെ MS സ്വാമിനാഥൻ MSS റിസർച്ച് ഫൗണ്ടേഷൻ. MSS റിസർച്ച് ഫൗണ്ടേഷൻ നോക്കി വെച്ചേക്കുക. ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാനം ചെന്നൈയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. നോക്കി വെച്ചേക്കുക, നല്ലപോലെ നോക്കി വെച്ചേക്കുക. അടുത്തൊരു പോയിന്റും കൂടെ, ലാസ്റ്റ് ഒരു പോയിന്റും കൂടെ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്. നോക്കൂ, MS സ്വാമിനാഥന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട റോസാ ചെടി ഇനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? നോക്കൂ, അതായത് നമ്മുടെ MS സ്വാമിനാഥൻ റോസ്, അതുപോലെ തന്നെ ജുവൽ ഓഫ് മങ്കൊമ്പ് എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, നമുക്ക് ആരാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഹോർട്ടിക്കൾച്ചറിസ്റ്റായ രാഘവനാണ് ഇതെന്ത് ചെയ്തത്? വികസിപ്പിച്ചെടുത്തത്. നോക്കി വെച്ചേക്കുക. അതായത് വീരരാഘവൻ എന്ന് പറയുന്ന ബൊട്ടാണിസ്റ്റ്, പുള്ളിക്കാരൻ 2 വെറൈറ്റി റോസാ ചെടികളെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. മണമുള്ള, നിറമുള്ള പുതിയ ഒരു വെറൈറ്റി റോസാ ചെടികൾ 2 വികസിപ്പിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ MS സ്വാമിനാഥന്റെ സ്മരണാർത്ഥം ഇത് നാമകരണം ചെയ്തു, പേരിടുകയും ചെയ്തു. എളുപ്പത്തിന് ഫസ്റ്റ് പേര് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് അല്ലെ അങ്ങിട്ട് കൊടുത്തു, MS സ്വാമിനാഥൻ റോസ്. വിളിക്കാനൊക്കെ എളുപ്പമുണ്ട് അല്ലെ, MS സ്വാമിനാഥൻ റോസ്. അതുപോലെ അടുത്തൊരു പേര്, അത് റോയൽ പേരാണ് അല്ലെ, നല്ല പേരാണ്, ജുവൽ ഓഫ് മങ്കൊമ്പ്. ഒത്തിരി കനത്ത പേരാണ് അല്ലെ, ജുവൽ ഓഫ് മങ്കൊമ്പ്. വീരരാഘവൻ എന്ന് പറയുന്ന ബൊട്ടാണിസ്റ്റ് ആണ് ആ ഒരു നാമം. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി പോയി, ചിലപ്പോ പറയാൻ പറ്റില്ല, ഇവിടെ ഒന്നും വേറെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ചിലപ്പോ ഇങ്ങനെ ചോദിക്കും, എന്താണ് ജുവൽ ഓഫ് മങ്കൊമ്പ് എന്ന് പറയുന്നത്? ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത റോസാ ചെടി ഇനമാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ജുവൽ ഓഫ് മങ്കൊമ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്? ഹൈബ്രിഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ആണെന്ന് ചോദിക്കാം. ഓക്കെ, റോസാ ചെടി അല്ലെ, റോസാ പൂവിന്റെ അല്ലെങ്കിൽ റോസാ ചെടിയുടെ വെറൈറ്റി ആണ്. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ മാറി മറിഞ്ഞും ചോദിക്കാം. ഒരു കാര്യം നമ്മൾ വായിക്കുന്ന സമയത്ത് എങ്ങനെ ഇതിന്റെ അകത്തിന് ചോദ്യം ഉണ്ടാക്കാം എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്ത് വയ്ക്കുക. അത് കാര്യം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല പ്രയോജനം ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെയാണ് വരുന്നത്. ഒരു സാധനത്തെ ഊതി വീർപ്പിച്ചൊക്കെ വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മൊത്തം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ? നമുക്ക് പറഞ്ഞത് ഇത്രയൊക്കെയാണ്. നോക്കുക, നമുക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. നമുക്ക് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു. ഹരിത വിപ്ലവത്തിന്റെ കാര്യങ്ങൾ കുറച്ച് നമ്മുടെ ഈ പറയുന്ന നോർമനി ബോർലോക്കിനെ കുറിച്ച് പറഞ്ഞു. നോർമനി ബോർലോക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അല്ലെ നോർമനി ബോർലോക്ക്.
അതുപോലെ തന്നെ പറഞ്ഞു എന്താണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചേക്കുക, ഫോർഡ് ഫൗണ്ടേഷന്റെ കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക, ഇന്റർനാഷണൽ മൈസ ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെന്റ് സെന്റർ മെക്സിക്കോയിലാണ് സ്ഥിതി എന്ന് ഓർത്തു വെച്ചേക്കുക. അതുപോലെ തന്നെ മെക്സിക്കോയില എന്താണ് ഹരിതോപ്ലവത്തിന്റെ ഗേഹം എന്നറിയപ്പെടുന്ന മെക്സിക്കോയാണ്. ഹരിതോപ്ലവത്തിന് ഏഷ്യൻ ഗേഹം എന്ന് പറയുന്ന ഫിലിപ്പൈൻസ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഹരിതോപ്ലവം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നോക്കൂ വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, 1970 നോബൽ സമ്മാനം നോർമനി ബോർലോക്കിന് കിട്ടിയെന്നൊക്കെ ഓർത്തു വെച്ചേക്കുക. സൊണോറ 64 എന്ന കാര്യം ഓർത്തു വെച്ചേക്കുക. നമ്മുടെ നോർമനി ബോർലോക്കിന് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനങ്ങള് അതൊക്കെ ഓർത്തു വെച്ചേക്കുക. അതുപോലെ സി സുബ്രഹ്മണ്യം മറക്കാതിരിക്കുക. ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹരിതോപ്ലവത്തിന് തുടക്കം കുറിച്ച കാർഷിക മന്ത്രി എന്നൊക്കെ ചോദ്യം ഒരുപാട് വന്നിട്ടുണ്ട്. സി സുബ്രഹ്മണ്യം. 1965 പഞ്ചാബ് 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിലെ ഹരിതോപ്ലവം പരീക്ഷണാടിസ്ഥാനത്തിൽ തുടക്കമായത്. എം എസ് സ്വാമിനാഥൻ, അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരൊക്കെ നമുക്കറിയാം, അങ്കമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. അദ്ദേഹം ജനിച്ച കാര്യങ്ങൾ അന്തരിച്ച 2023 സെപ്റ്റംബർ 28 നല്ലപോലെ ഓർത്തു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ നോക്കൂ. വിശേഷണങ്ങൾ ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ പിതാവ്, ഇന്ത്യൻ എക്കണോമിക് എക്കോളജിയുടെ പിതാവ്, അല്ലെങ്കിൽ ഇന്ത്യൻ പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയാം. അതുപോലെ ഇന്ത്യൻ അഗ്രികൾച്ചറിന്റെ പിതാവ് പറയാം. ഓക്കെ, അവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ പോയിന്റ് ആണ് എന്താണ് MB സിംഗ, ഇന്ത്യൻ ഹരിതോപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടും അല്ലെ, MB സിംഗ. അത് പഠിച്ചൊന്ന് വെച്ചേക്കുക, നോക്കി വെച്ചേക്കുക. K68 MB സിംഗ് വികസിപ്പിച്ചെടുത്തതാണ്, നോക്കി വെച്ചേക്കുക. അടുത്ത നമ്മൾ പറഞ്ഞു MS സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്ത ഗോതമ്പിനങ്ങൾ സർബതി സൊണോറ, കല്യാൺ സോണ, സൊണാലിക. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, പഠിച്ചു വെക്കുക, നല്ലപോലെ പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞു ഓക്കെ, അടുത്ത ബുക്സ്, അദ്ദേഹത്തിന്റെ ബുക്സുകൾ പറഞ്ഞു. ആ 4 ബുക്സുകൾ ഒന്ന് നോക്കി വെച്ച് ഓർത്തിരിക്കുക നല്ലപോലെ. ദ ക്വസ്റ്റ് ഫോർ വേൾഡ് വിത്തൗട്ട് ഹങ്കർ, ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ ടുവേർഡ്സ് എ ഹങ്കർ ഫ്രീ വേൾഡ്. ഓക്കെ, ആ 4 പുസ്തകങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. മക്സസെ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറഞ്ഞു. 1971 ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന മക്സസെ പുരസ്കാരം, നോക്കി വെച്ചേക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദ്ധരണി പറഞ്ഞു, വിശക്കുന്ന വ്യക്തി യുക്തിയോ മതത്തെയോ ശ്രദ്ധിക്കുന്നില്ല, ഏതെങ്കിലും പ്രാർത്ഥനയാൽ മടങ്ങുന്നുമില്ല. വേൾഡ് ഫുഡ് പ്രൈസ് ലഭിക്കുന്ന 1987 ഓർത്തു വെച്ചേക്കുക. ആദ്യത്തെ വേൾഡ് ഫുഡ് പ്രൈസ് ആണ്, ഓർത്തു വെച്ചേക്കുക. അടുത്ത മനിലയിലെ അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ഡയറക്ടറായി ഇദ്ദേഹം നിയമിതനാകുന്നു 1982, 88 സമയത്ത്. അവിടെ നിന്ന് വികസിപ്പിച്ചെടുത്ത നെല്ലിനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. 58 എന്ന് പറയുന്ന നെല്ലിനം. ഓക്കെ, 2007, 2013 രാജ്യസഭാംഗമായിരുന്നു എന്ന് പറഞ്ഞുപോയി. ഇദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചു 1924 ഭാരതരത്നം, ഓർത്തു വെച്ചേക്കുക. 24 അവിടെ പറഞ്ഞപ്പോ പറഞ്ഞു ഭാരതരത്നം ലഭിച്ച ആദ്യ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MGR ആണ്, മറക്കാതിരിക്കുക. 2ാമത്തെ മലയാളിയാണ് നമ്മുടെ ആരാണ്, നമ്മുടെ MS സ്വാമിനാഥൻ, MSS. കേരള ശാസ്ത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് 1921 കിട്ടിയെന്ന് പറഞ്ഞു വെച്ചു. കേരള ശാസ്ത്ര പുരസ്കാരം മറക്കരുതേ. കേരള ശാസ്ത്ര പുരസ്കാരം വർഷം 1921. അതുപോലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, MSS റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയാണ്. വേൾഡ് ഫുഡ് പ്രൈസിന്റെ പൈസയൊക്കെ മുടക്കി ചെയ്ത കാര്യങ്ങളാണ്. MS സ്വാമിനാഥൻ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട റോസാ ചെടി ഇനങ്ങളാണ് MS സ്വാമിനാഥൻ റോസായിന്റെ ജുവൽ ഓഫ് മങ്കൊമ്പ്. വീരരാഘവൻ എന്ന് പറയുന്ന ഹോർട്ടിക്കൾച്ചറിസ്റ്റ് ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് ഓർത്തിരിക്കുക. കുറച്ച് എന്താണ് കാര്യങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്കിപ്പോ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇത് കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുന്ന ഭാഗങ്ങൾ ഹരിതോപ്ലവത്തിന്റെ 1ാം ഘട്ടം, അതുപോലെ 2ാം ഘട്ടമുണ്ട്, അതുപോലെ തന്നെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ട് അടുത്തൊരു ക്ലാസ് ഉടനെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ബാക്കിയും കൂടെ നമുക്ക് ഇത് തീക്കാം. ഓക്കെ, അത് ഫുള്ള് ഓൾ ഇൻ ആൾ നമുക്ക് ഹരിതോപ്ലവത്തിന്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഒരു 90-95% നിങ്ങൾക്ക് കിട്ടും. അത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, ശരി.